ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇനി വരുന്ന ഈ ഒരു മാസം അല്ലെ, നല്ലൊരു ദിവസമാണ് ജൂൺ 1. ഈ ഒരു മാസം നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് അൾട്രാ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കില അല്ലെ ഒരു 60 to 90 ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞ് എന്നെ കേൾപ്പിച്ച് എക്സാം ഒക്കെ എഴുതിച്ച് സെറ്റ് ആക്കാം കേട്ടോ. ഓർക്കുക, അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യം കേട്ടോ. ഓർക്കുക ഫസ്റ്റ്. ദെൻ പിന്നെ ഇനി നമ്മൾ ചാപ്റ്റർ പോകുന്നത് അടുത്ത ചാപ്റ്റർ നേരെ ആദ്യത്തെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 3rd ചാപ്റ്റർ ആയിരിക്കും. ഏതായിരിക്കും? കെമിക്കൽ കൈനറ്റിക്സ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. ഈ ഓർഡറിൽ തന്നെ പോവുള്ളൂ കേട്ടോ. നോക്കാം. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. അത് കണ്ടന്റൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ തരാം, ചെയ്യേണ്ട മെത്തേഡൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടെന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല ആ ചാപ്റ്റർ കേട്ടോ. കാരണം അത് ആ ചാപ്റ്ററാണ് ഏറ്റവും വലിയ ചാപ്റ്റേഴ്സും ബാക്കി കാര്യങ്ങളായിട്ട് വരുന്നത്. 19th എക്സാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു. ഏതൊക്കെയുണ്ട്? ആൽക്കഹോൾ, ഫിനോൾ ഇതിലുണ്ട്. ഏതൊക്കെയാ? 3, 4 ഇലക്ട്രോകെമിസ്ട്രി, 4 ചാപ്റ്റേഴ്സ്. ആൽഡിഹൈഡിൽ നിന്ന് പോസ് ചെയ്തിട്ട് ബാക്കിയുള്ള 3 അങ്ങ് പിടിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. എന്നിട്ട് ആൽഡിഹൈഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ. അതപ്പോ 17 എക്സാം, 25 അങ്ങനെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം കേട്ടോ. നോക്കാം. കാരണം മറ്റേ ചാപ്റ്റേഴ്സിൽ എന്താ എന്നു പറഞ്ഞാൽ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ കുറേ പ്രിപ്പറേഷൻസും റിയാക്ഷൻസും ഉണ്ട്. അത് ചോദിക്കുന്ന രീതി തന്നെ വ്യത്യാസവുമാണ് ആക്ച്വലി വരുന്നത്. ABC ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് ഒന്ന് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത്രയും സമയം കൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് വെറുതെ റിസ്ക് ആണ്. അത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എടുത്ത് തീർക്കാം. കണ്ടന്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അതല്ലല്ലോ. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കും കൂടി കിട്ടുന്ന രീതിയിലേക്ക് എടുത്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. നോക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും വീഡിയോ ഓൺ ആക്കണം കേട്ടോ. റയാൻ, ആരോൺ, ഇഗ്നാസ്. റയാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇഗ്നാസ് ഓൺ ആക്കി. ആരോൺ കേട്ടോ. നമ്മൾ റിവിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു തന്നെ പോകുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തെന്ന് ഓർമ്മയുണ്ടോ? എല്ലാ ഇക്വേഷൻസ് എഴുതി അല്ലേ? ഓർത്തോളാം. പഠിച്ചിട്ടുണ്ടോ? ഇക്വേഷൻസ് എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കിട്ടും. ഓക്കെ, ഓർത്തോളാം കേട്ടോ. കുറച്ച് ആൾക്കാരെ കുറച്ച് ഇക്വേഷൻസ് ഞാൻ ചോദിക്കും കേട്ടോ. തുക കിട്ടിയില്ലെങ്കിൽ ശരിയാക്കും കേട്ടോ. ഇക്വേഷൻസ് കേട്ടോ. ഇതുകൊണ്ട് ആരോണം ഇഗ്നാസ് കമ്പനിയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. തുക മനസ്സിലടിച്ചാണ് എനിക്കറിയാം കേട്ടോ. നിങ്ങൾ അങ്ങനെ കാണിക്കണ്ട കേട്ടോ. ഒരു മൈൻഡോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, അത് ചെയ്യും. ഇന്ന് അവർക്ക് എക്സാം ആൽക്കഹോൾ ഫിനോൾ ഉണ്ട്. ഒരു മഴ കാരണം മാറ്റി വെച്ചിരുന്നു അല്ലേ? നമുക്ക് മഴ കാരണം മാറ്റി വെച്ചു. ടോപ്പിക്സിന് മഴ കാരണം എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആൽക്കഹോൾ ഫിനോൾ ഇതിലുണ്ട് അല്ലേ? അതല്ലേ ഡൗട്ട്? എൻ്റെ അടുത്ത് കയറി വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നു ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന് പറയുന്നത് ഡൗട്ട് ക്വസ്റ്റൻ ആയിട്ടാണോ അതല്ലെങ്കിൽ അതിന്റെ ടോട്ടാലിറ്റി ആണോ പ്രശ്നം? എന്താണ്? റിവിഷൻ ആയിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് ആ ഒരു ചാപ്റ്ററിന്റെ ഒരു കണ്ടന്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ള എല്ലാ ഇക്വേഷൻസും നോക്കി, അതുപോലെ ഈ ചാപ്റ്ററിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇന്ന് എടുക്കുന്ന ഇക്വേഷൻസ് എന്തായാലും ഇന്ന് തന്നെ എഴുതിപ്പിക്കും ഇപ്പോൾ കേട്ടോ. നോക്കാം. കാരണം ആൽക്കഹോൾ ഫിനോളിൽ കണ്ടോ കുറച്ച് ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ ആൽക്കഹോൾ ഫിനോൾ ഈതറിൽ വരുന്ന ഇക്വേഷൻസുകളും കൂടി നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻസ് നമ്മൾ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരിന്റെ എഴുതി പോയതാണ്. ചോദിച്ചു ഈതറില്ല. ഓക്കെ. അപ്പൊ ഈതർ വരെയുള്ള ഇക്വേഷൻസ് എഴുതി എല്ലാവരും പറയാം, പഠിപ്പിക്കാം കേട്ടോ. ഓർത്ത് വെക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. അതെനിക്ക് എക്സാമിന് ഉണ്ടത് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. ആൽഡിഹൈഡ് കീറ്റോണിന്റെ കാർബോക്സിലിക് ആസിഡിന്റെയും ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം എഴുതി കാണിച്ചു തരാം. അതിന്റെ ടോട്ടാലിറ്റി ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, കിട്ടും. അപ്പോൾ ആൽക്കഹോൾ ഫിനോൾ ഈതർ ഫസ്റ്റ് ആ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ തന്നെ എന്തൊക്കെയാ? അലൈലിക്, വിനാലിക്, ബെൻസൈലിക്, അരൈൽ എന്നൊക്കെ പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് അതോടെ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. 3 ഹെഡിങ്സ് ഉണ്ട് മെയിൻ ടെക്സ്റ്റ് ബുക്കിൽ. എന്തൊക്കെയാണ്? ഫ്രം ആൽക്കീൻ, നെക്സ്റ്റ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, 3rd ഹെഡിങ് ഫ്രം ഗ്രീഗ്നാർ റിയേജൻസ്. അപ്പോൾ ഫ്രം ആൽക്കീനിൽ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ആൽക്കീൻ ട്രീറ്റഡ് വിത്ത് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. അസിഡിക് എന്താണ് അല്ലേ? ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ ടു ഫോം ആൽക്കഹോൾ. സെക്കൻഡ് വരുന്നത് എന്താണ്? ഡൈബോറേൻ ഓക്സിഡേഷൻ. തേർഡ് വരുന്നത് എന്താണ്? ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. തേർഡ് അല്ല, അടുത്ത ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അതിൽ നിന്നാണ് 3rd ഇക്വേഷൻ വരുന്നത്. അതിൽ നമുക്കറിയാം എത്തനാൽ CH3CHO. അതിന് നമ്മൾ എന്ത് ചെയ്യും? മൈൽ റിഡക്ഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്തനോൾ കിട്ടും. എത്തനാലിന്റെ മൈൽ റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും?
നെക്സ്റ്റ് അടുത്ത് വരുന്നത് കീറ്റോൺ. കീറ്റോണിനെ മൈൽഡ് റിഡക്ഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. ദെൻ കാർബോക്സിലിക് ആസിഡ്, അയാൾക്ക് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്. അത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? പ്രൈമറി ആൽക്കഹോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം 5 ആയി. 5 ഇക്വേഷൻസുകൾ നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇന്ന് ഇത് എഴുതിപ്പിക്കും കേട്ടോ. ബോർഡിലൊക്കെ എഴുതിപ്പിക്കും, പഠിക്കും കേട്ടോ. നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അടുത്തത് ഫ്രം ഗ്രിഗ്നാൾ റിയേജന്റ് ആണ്. ഗ്രിഗ്നാൾ റിയേജന്റ് 3 ഇക്വേഷൻസ്. ഗ്രിഗ്നാൾ റിയേജന്റിലെ 3 ഇക്വേഷൻ. ആദ്യം വരുന്നത് ഗ്രിഗ്നാൾ റിയേജന്റ് റിയാക്ട് വിത്ത് മെത്തനാൽ ടു ഫോം പ്രൈമറി ആൽക്കഹോൾ. ദെൻ എത്തനാൽ or any higher aldehyde react with the grignard reagent to form എന്ത് കിട്ടും? secondary alcohol. Then ketone react with the grignard reagent to form tertiary alcohol. കേട്ടോ. അങ്ങനെ ആവുമ്പോൾ ഏകദേശം 8 ഇക്വേഷൻ ആകുമ്പോൾ പ്രിപ്പറേഷൻ തീർന്നു. 8 ഇക്വേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 8 ഇക്വേഷൻ ആയപ്പോൾ എന്ത് തീർന്നുണ്ടായിരുന്നു? ഏകദേശം പ്രിപ്പറേഷൻ അല്ലേ? അങ്ങനെ ഇതെട്ടെണ്ണം എനിക്ക് കിട്ടുന്നുണ്ടോ? ക്രോസ് ചെയ്യാം. അപ്പോൾ 8 ആയപ്പോൾ പ്രിപ്പറേഷൻ തീർന്നു. ഇനി നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. 4 ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? ക്ലോറോബെൻസീൻ ടു ഫിനോൾ, അടുത്തെന്താ? ബെൻസീൻ ടു ഫിനോൾ, അടുത്തെന്താ? അനലിൻ ടു ഫിനോൾ, അടുത്തെന്താ? ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ ടു ഫിനോൾ. അത് ഇങ്ങനെ എഴുതി അത് നോക്കും. അപ്പോൾ 8 + 4 എത്രയായി? 12 ആകുമ്പോൾ അവിടെ തീർന്നു കേട്ടോ. 12 ആകുമ്പോൾ ആ ഇക്വേഷൻസ് തീർന്നു. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ. അത് പറഞ്ഞപ്പോൾ ഞാനൊരു ടേബിൾ എഴുതുന്നുണ്ട്, അത് പഠിക്കുന്ന പറഞ്ഞേക്കണേ അല്ലേ? 4 ചാപ്റ്ററിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടി ആ ടേബിളിലുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ടേബിളിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ വരുന്ന എന്തായിരുന്നു? ഏറ്റവും ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഏതായിരുന്നു? കാർബോക്സിലിക് ആസിഡ്. സെക്കൻഡ് ഹൈയസ്റ്റ് ആൽക്കഹോൾ. തേർഡ് അമീൻ. ഫോർത്ത് കീറ്റോൺ. അത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ്. അത് കഴിഞ്ഞാൽ RX ആൽക്കൈൽ ഹാലൈഡ്. അത് കഴിഞ്ഞാൽ ROR ഇത് അല്ലേ? ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഹൈഡ്രോകാർബൺ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനപ്പോൾ അതിന് പകരം ഇപ്പോൾ എൻട്രൻസിൽ അൺഹൈഡ്രൈസും അസറ്റൈൻ ബെൻസോയിൽ ക്ലോറൈഡും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഓരോ റൂളുകളും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ഒറ്റ കുഞ്ഞു ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ എല്ലാം ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ വരുന്നുണ്ട്. എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് കേട്ടോ. നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന ഇക്വേഷൻ എന്താണ്? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആണ്. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ എന്താ? ROH അല്ലേ? പ്ലസ് Na ഗീവ്സ് എന്ത് കിട്ടും? RONA പ്ലസ് H2 അല്ലെങ്കിൽ എന്താണ്? ആക്ച്വലി ഹൈഡ്രജൻ ഗ്യാസ് വരും. അതുപോലെ ഫിനോൾ റിയാക്ട് വിത്ത് സോഡിയം ഗീവ്സ് സോഡിയം ഫിനോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പിന്നെ നമുക്ക് വരുന്ന ലൂക്കാസ് റിയേജന്റ് ആണ് അല്ലേ? ലൂക്കാസ് റിയേജന്റ് എന്തായിരുന്നു ആക്ച്വലി? അല്ലേ? അതിന് മുമ്പ് ഡീഹൈഡ്രേഷൻ ഉണ്ട്. ഡീഹൈഡ്രേഷൻ ഇമ്പോർട്ടന്റ് ആയിരുന്നു കേട്ടത്. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രേഷനിൽ എന്താ? നമ്മൾ ആൽക്കഹോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 443 കെൽവിൻ. 443 കെൽവിൻ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? ആൽക്കീൻ വരും. എന്ത് വരും? ആൽക്കീൻ കേട്ടോ. അങ്ങനെ വരുന്ന ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹെഡിങ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ലൂക്കാസ് റിയേജന്റ്. 3 ടൈപ്പ് ഉണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു ആക്ച്വലി? ടെറിഷറി ആൽക്കഹോൾ റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജന്റ് ടു ഫോം ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി അല്ലേ? അങ്ങനെ പറയുന്നത്. സെക്കൻഡറി ആണെങ്കിൽ ടർബിഡിറ്റി ആഫ്റ്റർ 5 minutes. പ്രൈമറി ആണെങ്കിൽ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി പെട്ടെന്ന് പറഞ്ഞു വിട്ട് ഇക്വേഷൻസ് നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് പോകും. പിന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഇതാണ് ആക്ച്വലി ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഒരു കോപ്പർ 573 വരുന്നത് CrO3PCC അല്ലേ? ഒക്കെ വരുന്ന ഇക്വേഷൻസ് ആണ് അടുത്തൊരു ഏരിയ വരുന്നത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പിന്നെ വരുന്നത് ബെൻസീനുമായിട്ട് റിലേറ്റ് ചെയ്യാം. എന്താ? അല്ലെങ്കിൽ ബെൻസീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഫിനോൾ എന്താണ്? ജനറലി ഓർത്തോ പാരാ ഡയറക്റ്റീവ്. അപ്പോൾ നൈട്രേഷൻ വരുന്നുണ്ട്. നൈട്രേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ എക്സ്പ്ലെയിൻ അല്ലേ? ഓർത്തോക. എന്തായിരുന്നു ഓർത്തോ? ഇൻട്രാമോളിക്കുലർ ഓർ ഇന്റർ? ഓർത്തോ നൈട്രോഫിനോൾ എക്സിബിറ്റ് ഡാഷ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാ കണ്ടോ? പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ പാരൽ എന്തായിരിക്കും?
ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കീ റീസൺ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹാലജനേഷൻ. പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നതാണ് കോൾസ് റിയാക്ഷൻ. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ഫിനോൾ ടു സാലിസിലിക് ആസിഡ് ഈസ് നോൺ ആസ് കോൾസ്. അല്ലേ? ഓർത്തോക ഫിനോളിലേക്ക് NaOH, സോഡിയം ഫിനോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+. ഓക്കെ. ദെൻ നെക്സ്റ്റ് അടുത്ത് വരുന്നത് എന്തായിരുന്നു? ഫിനോൾ ടു സാലിസിലിക് ആൽഡിഹൈഡ്. സാലിസിലിക് ആൽഡിഹൈഡ്. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. അതുപോലെ ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് വന്ന റൈമർ ടൈമർ റിയാക്ഷൻ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫിനോൾ റിയാക്ട് വിത്ത് സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ്. എന്ത് കിട്ടും? ബെൻസീൻ. കേട്ടോ? ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ ഫിനോളിന് നമ്മൾ CrO2 Na2CrO2 അല്ലേ? ഓർത്ത് നോക്കാം. ആൻഡ് Na2Cr2 ആൻഡ് H2SO അതിന് ക്രോമിക് ആസിഡ് എന്ന് വിളിക്കുക. അത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബെൻസോക്വിനോൺ. കേട്ടോ? ബെൻസോക്വിനോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഇത്രയും വരുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. കേട്ടോ? ഓർത്ത് നോക്കാം. ഓൺലൈനിൽ വൈകി വന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഇവിടെ വൈകി വന്നേക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി പറയുകയാണ്, ആക്ച്വലി നമ്മൾ ഇന്ന് ആൽക്കഹോൾ ഫിനോൾ ഇതില്ലേ അതിൽ ഇക്വേഷൻസ്, അതിന്റെ കണ്ടന്റ് എടുത്താണ് ഇക്വേഷൻസ് നിങ്ങൾ ഇൻഡിവിജ്വലി പഠിച്ച് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കും. ഇവിടെ ഒന്ന് പറയും. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലേക്കാണ് ആദ്യം പോകുന്നത്. ഓർത്ത് നോക്കാം. അപ്പോൾ എക്സാമുള്ള ആൾക്കാർ ശ്രദ്ധിക്കാം. എക്സാമുള്ള ആൾക്കാർ അല്ലാത്തവരായാലും ഈ മാസം നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് അല്ലേ ഇതിലാകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. വിഷമിക്കണ്ട, കൂടുതലൊക്കെ തരാം. കേട്ടോ? ഓർത്ത് നോക്കാം. ചിലവർ പറഞ്ഞു ഒരു സെഞ്ചുറി ഒക്കെ അടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ചില ചാപ്റ്ററിലൊക്കെ 100 ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ സൊല്യൂഷനിൽ 103 ഒക്കെ ഉണ്ട്. കേട്ടോ? ഓക്കെ. അപ്പോൾ ഓർത്ത് നോക്കാം. ഇനി മൾട്ടിപ്പിൾ ചോയ്സിന്റെ എല്ലാവർക്കും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് പഠിച്ചു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സും പറഞ്ഞ് കേൾപ്പിക്കേണ്ടി വരും. കേട്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്ത് പറഞ്ഞ് കേൾപ്പിക്കും. എല്ലാവരും ചോദിക്കും. കേട്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ പറഞ്ഞ് നമുക്ക് തീർക്കണം ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത്. ഒപ്പം ഇപ്പം ഈ പറഞ്ഞതില്ല, ഇതാണ് ബേസ്. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ബേസ് ലെവൽ ഓർഗാനിക് ആണെങ്കിൽ ഇങ്ങനെ ആ ചാപ്റ്ററിൽ എല്ലാ ഇക്വേഷൻസും ഞാൻ എഴുതി. അത് എഴുതി നോക്കുമ്പോൾ എററൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി എറർ ഉണ്ടാവും. ഇന്ന് പഠിച്ച നാളെ കുറച്ച് എറർ ഉണ്ടാവും. ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു 60% മറന്നു പോകും. റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഈക്വേഷൻസ് ഒക്കെ ഓർഡറിലൊന്ന് എഴുതും. നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും. അത് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിന് ആൽക്കഹോൾ ഫിനോളിൽ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം എളുപ്പമാണ്. ഇപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എല്ലാം ചെയ്യും. അതേസമയം സൊല്യൂഷൻ ഞാൻ അങ്ങനെ പറയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ഈ ചോദിക്കില്ല. കാരണം പണ്ടത്തെ സിലബസിലുള്ള അതേ ക്വസ്റ്റ്യൻ അവിടെ നിർത്തി പോർഷൻ കുറച്ചു, പക്ഷേ ക്വസ്റ്റ്യൻ അവർ മാറ്റിയില്ല. അങ്ങനെ ഉള്ള ഇത്തിരി വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ആ ടൈപ്പ് വരില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ആ ചാപ്റ്റർ വേണ്ടെന്ന് പറയുന്നത്. അതേസമയത്ത് ഇലക്ട്രോ കെമിസ്ട്രി മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. കുറവാണ് ഇതാണ്. അതുപോലെ ആൽക്കഹോൾ ചെയ്യണം. ആൽക്കഹോളും അതുപോലെ അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോണും ചെയ്യാൻ പറയും നോർമലി. ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ലെങ്തി ആണ്. അപ്പോൾ അത് അങ്ങനെ എത്തുമ്പോൾ ബുദ്ധിമുട്ടാണ് ആക്ച്വലി വരുന്നത്. കേട്ടോ? ഓർത്ത് നോക്കാം. ഇന്ന് എല്ലാത്തിന്റെയും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസിന്റെ PDF ഇടും. കേട്ടോ? ഓർത്ത് നോക്കാം. എല്ലാത്തിന്റെ ആൻസേഴ്സ് കേട്ടോ, ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് PDF ഇട്ടേക്കാം. കേട്ടോ? ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാത്തിന്റെയും ഇട്ടേക്കാം. അപ്പോൾ അത് പാരലായിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി വരുന്നത്. ഓക്കെ. അപ്പോൾ തുടങ്ങാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ. ഇനി ബോർഡിലൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ ബോർഡിലൊക്കെ എഴുതും, സാർ എഴുതും. എന്നിട്ട് അങ്ങനെയല്ല. കേട്ടോ? ഓർത്ത് നോക്കാം. കറക്റ്റ് 10 ആകുമ്പോൾ ഇൻഡിവിജ്വലി കേട്ടോ ഓർത്ത് നോക്കുക. അത് ഓൺലൈനിൽ ആൾക്കാർ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ. കേട്ടോ? ഓർത്ത് നോക്കുക. ഇൻഡിവിജ്വലി ഓൺലൈൻ വിത്ത് നിങ്ങൾ കേട്ടോ ഓർത്ത് നോക്കുക. കോമ്പറ്റീഷൻ ആയിട്ട് ചെയ്യണം. കേട്ടോ? ഓർത്ത് നോക്കാം. നമുക്ക് പറഞ്ഞ് ഇക്വേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് കേട്ടോ ഓർത്ത് നോക്കാം പറയേണ്ടി വരും. അങ്ങനെ ക്ലിയർ ചെയ്ത് പോകും. കേട്ടോ? ഓക്കെ. ഇനി ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് എത്തിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഒന്നല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഓൺലൈൻ അല്ലേ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി അച്ഛൻ പറയുന്നു വേണം. കേട്ടോ? ഓക്കെ. അപ്പോൾ സോ അങ്ങനെ ചെയ്യും. കേട്ടോ? ഓക്കെ. ഇക്വേഷൻസ് കുറച്ചുള്ളൂ കേട്ടോ. ഈ ചാപ്റ്ററിൽ കുറച്ചുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാണ്. ഫസ്റ്റ് മുതൽ തുടങ്ങാം. കേട്ടോ? ഓക്കെ. ആദ്യത്തെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. ഫസ്റ്റ് ഓർത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ഫ്രം ആൽക്കീൻ എന്നാണ്. കേട്ടോ? വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. CH3 CH double bond CH2 plus H2O gives നമ്മളുടെ H plus concentrated sulfuric acid ആണ്. അതിന് പകരം H plus CH3 CH3 ഇതൊരു ഓപ്ഷൻ.
ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വിസിബിൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കണം കേട്ടോ. നിങ്ങൾ ഇത് 10 ആയി കഴിഞ്ഞാൽ 10 ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ചെയ്ത് പോകണം. നെക്സ്റ്റ് ഡൈബോറേനെ നമ്മൾ ഷോർട്ട് ആക്കി എഴുതണം കേട്ടോ. ഡൈബോറേൻ ഓക്സിഡേഷൻ വലിയ ഇക്വേഷൻ ആണ്, അത് നമുക്കൊന്ന് ഷോർട്ട് ആക്കി ഇട്ടേക്കാം. അത് കഴിഞ്ഞ് H2O2 H2O H2O2 OH മൈനസ് OH മൈനസ് കേട്ടോ. ഇത് 8 ആണ് അല്ലേ. OH മൈനസ് OH മൈനസ് കേട്ടോ. ബേസിക് മീഡിയം. തേർഡ് ഇക്വേഷൻ വരുന്നത് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ടിൽ നിന്ന് അല്ലേ. ഫ്രം കാർബോണിയൽ കോമ്പൗണ്ടിൽ എന്തൊക്കെയുണ്ട്? CH3CH ആൽഡിഹൈഡ്. ദെൻ ആൽഡിഹൈഡിനെ നമ്മൾ ചെയ്യുന്നത് H2 പലേഡിയം ഓർ നിക്കൽ CH3 CH2 OH CH3 CH2 OH. തേർഡ് കഴിഞ്ഞാൽ 4 CH3 CH COOH. സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ് ആരായിരുന്നു? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. H2 കൂടി CH3 CH2 OH. ഇത് മൈൽഡ് റെഡ്യൂസിംഗ് ഏജന്റ്, ഇതെന്താണ്? സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ്. മൈൽഡ് റെഡ്യൂസിംഗ് ഏജന്റ്, സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ്. CH3 COCH3. വീണ്ടും സെയിം H2 പലേഡിയം ഓർ നിക്കൽ. ഇതിനൊക്കെ പകരം ഉപയോഗിക്കുന്ന ഒരാളാണ് NaBH4. ശരിക്കും ഏറ്റവും നല്ലതാണ്, ഒരു മിഡിലാണ്, മൈൽഡും അല്ല സ്ട്രോങ്ങും അല്ല, മിഡിലാണ്. അപ്പോൾ അത് മിക്കത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സെക്കൻഡറി ആണ് CH3 CH CH3 സെക്കൻഡറി ആണ്. രണ്ടെണ്ണം പ്രൈമറി ആൽക്കഹോൾ, തേർഡ് വൺ എന്താണ്? സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ കീറ്റോൺ എന്തായിരിക്കും? സെക്കൻഡറി ആൽക്കഹോൾ. ഇത് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? സൈക്ലോപെന്റനോൾ കൺവേർട്ട് ടു സൈക്ലോപെന്റനോൺ. ഏതായിരിക്കും ഇടുന്നത്? സൈക്ലോപെന്റനോൺ കൺവേർട്ട് ടു സൈക്ലോപെന്റനോൾ. എന്തായിരിക്കും? എന്തായിരിക്കും? H2 and പലേഡിയം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതും ഫോർമാറ്റ് വരുന്നതും ഒക്കെ വരുമ്പോൾ നമ്മളിത് പഠിച്ചതുമായിട്ട് ഇങ്ങനെ ബ്രെയിന് മാച്ച് ചെയ്ത് ഞാൻ പഠിപ്പിക്കണം. ഞാൻ എല്ലാ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അങ്ങനെ അങ്ങനെ മാച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും പേര് എത്തുന്ന സമയത്ത് എന്തായി? ആക്ച്വലി സെക്കൻഡ് കഴിഞ്ഞു അല്ലേ. ഇനി തേർഡ് 6th മുതൽ ഏതാ? ഗ്രിഗനാൽ റിയേജന്റ് ആണ് കേട്ടോ. പുറത്തു പോകുക. ഗ്രിഗനാൽ റിയേജന്റ് ഏതൊക്കെ വരുന്നത് അല്ലേ? മെത്തനാൽ പ്ലസ് ഗ്രിഗനാൽ റിയേജന്റ്. മെത്തനാൽ എന്ന് പറയുമ്പോൾ
നമ്മൾ HCH പ്ലസ് എന്തായിരുന്നു CH3MgBr H2O and H plus ഒരുമിച്ചിട്ടാണ് അസിഡിക് ഹൈഡ്രോളിസിസ്. ഇപ്പൊ കിട്ടുന്നത് CH3CH2OH പ്രൈമറി ആൽക്കഹോൾ. then seventh വരുന്നു എന്തായിരിക്കും? ethanol or any higher aldehyde. ethanol or any higher aldehyde അല്ലേ? ethanol or any higher aldehyde react with the Grignard reagent CH3MgBr. ഇതിന്റെ ലോജിക്ക് നോക്കുക. ഈ CH3 ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഓർക്കുക ഇവിടേക്ക് CH3, ഇതൊക്കെ ഈ മിഡിൽ ഒരു കാർബണിന്റെ അടുത്തേക്ക് പോകണം. അത് മാത്രം ഓർമ്മ വെച്ചാൽ നമുക്ക് ഗ്രിഗ്നാർഡ് റീജിയന്റ് R, ഇവിടെ ബെൻസീൻ ആണെങ്കിൽ ബെൻസീൻ ഇതിലേക്ക് വരും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ C ഡബിൾ ബോണ്ട് ഉള്ള പൊസിഷൻ ആ കാർബണിലേക്കാണ്, ഇതാണെങ്കിൽ ഇതിലേക്ക് വരും. കണ്ടോ, ഓർത്ത് നോക്കാം. അതിന് മൂവ്മെന്റുകൾ മനസ്സിലാക്കി വെക്കുക. then H2O and H plus CH3 CH3 secondary alcohol. then eighth one അപ്പോൾ methanol plus Grignard reagent is primary alcohol, ethanol plus Grignard reagent is secondary alcohol. ഇനി അടുത്ത കീറ്റോൺ CH3CO CH3 plus CH3MgBr H2O and H plus CH3 എന്തായിരിക്കും? ടെറിഷറി ആൽക്കഹോൾ. ഏറ്റാകുമ്പോൾ ടെറിഷറി ആൽക്കഹോൾ. ഒരു കാര്യം ചെയ്യാം, ഈ 8 ആദ്യം പഠിക്കാം, പ്രിപ്പറേഷൻ കേട്ടോ. നീറ്റായിട്ട് എല്ലാവരും പഠിക്കണം. ഞാൻ ഷഫിൾ ചെയ്ത് തുടങ്ങും, ചോദിക്കും കേട്ടോ. ഓർത്തുക, ഓൺലൈനിൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഈ മന്ത് കൊണ്ട് 4 ചാപ്റ്റർ അൾട്രാ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് ആകെ 10 ചാപ്റ്റർ ഉള്ളൂ. 40% ഓഫ് പോർഷൻ നിങ്ങൾക്കറിയാം ബിഗിനിങ് ആണ് അല്ലേ, തൊട്ടങ്ങനെയുള്ളൂ. ആ സമയത്ത് 40% പഠിച്ചു, ഒരു 60% നന്നായിട്ട് അൾട്രാ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം 95 ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഏത് സബ്ജക്റ്റിനും. നിങ്ങൾ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. എല്ലാവരും കൂടി വെച്ച് പഠിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ പോർഷനും എങ്ങനെയൊക്കെ പ്രഷർ വന്നെടുക്കും. പിന്നെ ആ സമയം കൊണ്ട് പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് എഴുതി തീർക്കുക, അത് ചെയ്ത് എല്ലാം ചെയ്ത് അങ്ങനെ എല്ലാ പ്രശ്നം കൂടി ആ ഒരു ഒക്ടോബർ നവംബറിലേക്ക് വരും. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 60 to 80% പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്നത്. 60 പെർഫെക്റ്റ് ആയാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ കിടക്കുന്ന മാസമുണ്ട്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി അല്ലെ. ഫെബ്രുവരി 15th ആണ് എക്സാം നോർമലി ഡിക്ലറേഷൻ വന്നേക്കുന്നത്. അപ്പോൾ ഇനി ആ ഫെബ്രുവരി കൂട്ടണം 3 months. ആ 3 months പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള അല്ലെ, ഇപ്പോൾ ഒരു 60 നന്നായിട്ട് പഠിച്ചാൽ ബാക്കി 40% മാത്രം പഠിക്കേണ്ടി വരും. ഏറ്റവും എന്താണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ ഇതിലാണെങ്കിൽ എൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആൻഡ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ എത്രയും ടോട്ടൽ 6 ചാപ്റ്ററായി. ആ 6 ചാപ്റ്റർ ഇതിപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ആകും സൂപ്പറാകും. കാരണം 2 ചാപ്റ്ററും നമുക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും 6 ചാപ്റ്റർ നിങ്ങൾ അൾട്രാ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഹാപ്പി ആയി. പോർഷൻസ് പിന്നെ എന്ത് ചെയ്യും, ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം അത് ചെയ്യും. അപ്പോൾ നോർമലി പറയുന്നതെന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് പോകണം കേട്ടോ. ഞാൻ ചോദിച്ചു അവസാനത്തെ ഒന്നുകൂടി പറയാം കേട്ടോ. ഒന്ന് വീഡിയോ കാണിച്ചില്ല ചോദിക്കണം കേട്ടോ. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ് 6th onwards കേട്ടോ. മെത്തനാൽ പ്ലസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഏതാ? 6 മെത്തനാൽ പ്ലസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് gives primary alcohol. then അടുത്തത് അതന്നെ മെത്തനാൽ ഫസ്റ്റ് ആൽഡിഹൈഡ് കേട്ടോ. അത് കഴിഞ്ഞാൽ എത്തനാൽ, പിന്നെ അത് കഴിഞ്ഞ് കീറ്റോൺ കേട്ടോ. കീറ്റോൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടെറിഷറി ആൽക്കഹോൾ കണ്ടോ. ടെറിഷറി ആൽക്കഹോൾ ഫസ്റ്റ് 5 ഫസ്റ്റ് 2 എന്ന് പറയുന്നത് ഫ്രം ആൽക്കീൻ. ടെക്സ്റ്റ് ബുക്കിൽ കിട്ടി ഫ്രം ആൽക്കീന്റെ 2 ഇക്വേഷൻ ആണ് കേട്ടോ. നോക്കാം, ആൽക്കീൻ അസിഡിക് ഹൈഡ്രോളിസിസ് ഓഫ് ആൽക്കീൻ ആണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് വരുന്നത് എന്താണ്? ഡൈബോറേൻ കേട്ടോ. ഡൈബോറേൻ ആണ്.
ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡൈബോറിൻ റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ആൽക്കഹോൾ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ്ങിന് 2 ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഹെഡിങ് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്, അതിൽ നിന്ന് 3 ഇക്വേഷൻസ് ആയിട്ടേക്കുന്നത് നമ്മൾ 3 ഇക്വേഷൻസ് കേട്ടോ. ഓർത്ത് നോക്കാം. അതെന്തായിരുന്നു? ആൽഡിഹൈഡിനെ നമ്മൾ മൈൽഡ് റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ സെക്കൻഡ് എഴുതി വെച്ചേക്കുന്നത് എന്തായിരുന്നു? കാർബോക്സിലിക് ആസിഡിന് സ്ട്രോങ് റിഡക്ഷൻ കേട്ടോ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് സ്ട്രോങ് റിഡക്ഷൻ ആണ് കേട്ടോ. ബോറേൻ ഡൈബോറേൻ കേട്ടോ. ബോറേൻ ആണ്. BH3 എന്ന് പറയുമ്പോൾ ഡൈബോറേൻ എന്നാണ് വിളിക്കാൻ കേട്ടോ. ചോദിച്ചു. 5th ഇക്വേഷൻ വരുന്നത് കീറ്റോൺ. കീറ്റോണിന് റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിഡക്ഷൻ ആണ് കേട്ടോ. സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ അണ്ടർഗോ റിഡക്ഷൻ ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. അതിൽ നിന്നാണ് 3, 4, 5 വരുന്നത് കേട്ടോ. 3, 4, 5 ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ഫ്രം ആൽക്കീനിൽ നിന്ന് 1, 2, 3, 4, 5 വരുന്നത് ഫ്രം കാർബോണിയൽ കോമ്പൗണ്ട്. ലാസ്റ്റത്തെ 6, 7, 8 വരുന്നത് ഫ്രം ഗ്രീൻ ആർട്ടറിയേഴ്സ് കേട്ടോ. 1 മിനിറ്റ് വേഗം പഠിച്ചോ, എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ ചോദിക്കും കേട്ടോ. പുറത്തു നോക്കാം. അതെ, ഓൺലൈനിൽ ആരോൺ 5 പഠിച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് കണ്ടിട്ട് അല്ലെ. 5 ഓക്കെ അല്ലേ പഠിച്ചിട്ട് ആരോ കേട്ടോ. വേഗം ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. 5 ഇക്വേഷൻസ് ആയോ? ക്ലിയർ ആയോ? പഠിച്ചോ? വേഗം നോക്കുക കേട്ടോ. നമുക്കൊരു പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. പഠിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഇത് എഴുതി കഴിഞ്ഞാൽ കുറേ ഫീൽ ചെയ്യും. ഇത് ഷോർട്ടായിട്ട് ഈ ഒരു അപ്പോഴാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് അടുത്ത ഒരു എക്സസൈസ് ഉണ്ടോ. ഇവിടെ വെച്ച് CH2 ഇവിടെ ഇതും കൂടി ഓൾമോസ്റ്റ് ജോയിൻസ് ചോയ്സ്. അടുത്ത സ്റ്റെപ്പ് വീണ്ടും അയച്ചു കേട്ടോ. അപ്പം അതിന് പകരം ഗാഡിയൻ എക്സസൈസ് കേട്ടോ. അതിന് ഞാൻ എന്ത് ചെയ്തു? ഷോർട്ടാക്കിയത്. കാരണം അവിടെ എന്താ ആൽക്കീൻ എക്സസാണ്. BH3 ക്രൈസ് ഉണ്ടോ. ബോറോൺ 3 ഹൈഡ് ഉണ്ടോ.
ക്ലീവേജ് ഇവിടെ ബ്രേക്ക്, ഇവിടെ ബ്രേക്ക്, ഇവിടെ ബ്രേക്ക്, ക്ലീവേജ് CH3COH CH3COH ബാക്കി എന്താണ് CH3COO ഇവിടെ CH3COH ബാക്കി COCH ഇല്ല, അത് ഈ O കൊടുത്തിട്ട് ബാക്കിയുള്ള O COCH ഇതുണ്ടാവും. ഈ കോമ്പൗണ്ട് CH3CO ചോയ്സ് കൊണ്ട് CH3CO ചോയ്സ് രണ്ട് പ്രാവശ്യം അതാണ് ഈ വരച്ചത്. ഈ ബ്രേക്ക് ചെയ്യുന്ന CH3CO ഉണ്ട്, ആ C അവിടെ ഈ H ഉണ്ട്, ഈ H ഇവിടെ CH3COOH അതാണ് ഏറ്റവും ബാക്കി എന്തെല്ലാം CH3 H പോയി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുന്നുണ്ടോ അതിലേക്ക് CO പഠിച്ചോ. ഇൻഡിവിജ്വൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കണം കേട്ടോ. ഇത് നമ്മൾ എഴുതിയ സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷൻ എഴുതിയ സമയത്ത് ഇത് കണ്ടോ, ഞാൻ 3 ഇട്ടിട്ടുണ്ട് കണ്ടോ. 3 ഡൈബോറൈൻ ഓക്സിഡേഷൻ 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് എഴുതി വെച്ചേക്കുന്നത്. 3 4 ഇതിനിടയിൽ അല്ലേ. അപ്പോൾ അതിനൊന്ന് ഷോർട്ട് ആക്കി എഴുതി വെക്കാനാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എന്താ പ്രിസൈസ് ആയിട്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് അതിനെ എക്സ്പാൻഷൻ ചെയ്യും. അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. ഡോട്ട് എഴുതിയപ്പോൾ ഇത് വലുതാണ്, ഇപ്പോൾ ഷോർട്ട് ആക്കാൻ കാരണം പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബോറോണില് ഇതിന് അകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ കേട്ടോ. അതിന്റെ കൺസെപ്റ്റ് ഓർത്ത് വെക്കാനാണ്. അതെ ബോറൈൻ ആണ്, ഞാൻ ബോറൈൻ ആണ്. എൻ്റെ 3 ചോക്ലേറ്റ്സ് ഉണ്ട്, 3 ചോക്ലേറ്റ്സ് ഉണ്ട്. ബോറൈൻ 3 ചോക്ലേറ്റ്സ്. നിങ്ങളെല്ലാം കുഞ്ഞു കുട്ടികളാണ്, ആക്ച്വലി ചെറിയ കുട്ടികൾ. അതാണ് പ്രൊപ്പീൻ. ഓർത്ത് വെക്കാം. 3 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇയാൾ ഫസ്റ്റ് എൻ്റെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു, കുഞ്ഞു കൊച്ചാണ്, ആക്ച്വലി LKG ആണ് എങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അടുത്ത് വരും അല്ലെ. പുറത്ത് നോക്കാം, അടുത്ത ആളും വരും. 3 പേര് എൻ്റെ അടുത്തേക്ക് വന്നു, 4ാമത് വരില്ല. എന്തുകൊണ്ടാണ്? അപ്പോ ഈ ബോറൈന്റെ അടുത്തേക്ക് എത്ര പ്രൊപ്പീൻ വന്നു? നമ്പർ ഓഫ് പ്രൊപ്പീൻ 3. എന്തുകൊണ്ടായിരുന്നു? വാട്ട് ഇസ് റീസൺ? ഹൈഡ്രജൻ. 3 ഹൈഡ്രജൻ ഈസ് ദേർ അല്ലെ. ആ ഹൈഡ്രജൻ ആണ് ഈ മിഡിലേക്ക് കൊടുത്തേക്കുന്നത്. ലോജിക്ക് വെക്കണം കേട്ടോ, ലോജിക്ക് വെക്കാം. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ വരും. അപ്പൊ CH3 CH2 CH2 എത്ര ഉണ്ട്? അതുപോലത്തെ ത്രൈസ് ഉണ്ടോ, 3 ഹൈഡ്രജൻ ഉണ്ടോ, 3 ഹൈഡ്രജൻ. അപ്പൊ അങ്ങനെയാണ് 3 ഹൈഡ്രജൻ വരുന്നത്. അതിന്റെ കൺസെപ്റ്റ് ഒന്ന് പുറത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? H2O2 H2O OH മൈനസ് ഒക്കെ ആഡ് ചെയ്ത സമയത്ത് ക്ലീവേജ് വരും. ശരിക്കും ഉണ്ടാവുന്നത് 3 CH3 CH2 CH2OH പ്ലസ് BOH ത്രൈസ് അതാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത്രയും വലിയ ആക്കി വരുമ്പോൾ ഏകദേശം ക്ലിയർ ആണ് കേട്ടോ. നോക്കുക, അത് ഷോർട്ട് ആക്കി എഴുതി വെച്ചേക്കുന്നതാണ്. നമ്മൾ നോട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പഠിച്ചോ? ആണ് ഫസ്റ്റ് പറയാന്ന് പറയുന്നത്. 8 ഇക്വേഷൻസ്. വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്യും. ട്രൈ ചെയ്തു കേട്ടോ. അതേ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ വിത്ത് ഓഫ്ലൈൻ ആണ് നമ്മൾ ഗെയിം തുടങ്ങുന്നത്. ഓക്കെ, ക്രിസേ അവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി. അവിടെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, കാണാൻ പറ്റുമല്ലോ നമുക്ക് എല്ലാവർക്കും അല്ലേ. അത് കഴിഞ്ഞ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഈ 8 ഇക്വേഷൻ. അതർവൈസ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോകും. ഞാൻ റിപ്പീറ്റ് ചെയ്യും, അത് ചെയ്തിട്ട് കാര്യമില്ല. പറയാൻ പറ്റുമെന്ന് BH3 ആ റിയേജന്റ് മാത്രം പറഞ്ഞ എന്താ ലാസ്റ്റ് എന്തൊക്കെ H2 OH മൈനസ് ഉണ്ടായിരുന്നു. OH മൈനസ് മതി. അടുത്ത തേർഡ് ആൽക്കഹോൾ carboxylic acid in presence of hydrogen, palladium gives primary alcohol, ketone in presence of lithium
ലിഥിയം അലുമിനിയം ആ സെക്കൻഡറി ആൽക്കഹോൾ മൈൽഡ് ആയാലും മതി സ്ട്രോങ് ആയാലും മതി കുഴപ്പമില്ല. അതിൻ്റെ പേരെന്തായിരിക്കും? ആ കോമ്പൗണ്ട് പ്രൈമറി ആയിരിക്കും സെക്കൻഡറി ആയിരിക്കും? ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ. അടുത്ത നെക്സ്റ്റ് സെക്കൻഡറി ഫോമാൽഡിഹൈഡ് അല്ലാതെ മെത്തനാൽ അല്ലാതെ ബാക്കിയുള്ള ആൽക്കഹോൾ സെക്കൻഡറി ആൽക്കഹോൾ. പിന്നെന്താ? പിന്നെ കീറ്റോൺ ടെറിഷറി ആണ് അല്ലേ? ഓർത്ത് ഒരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പറായിട്ട് പറഞ്ഞു. ദെൻ ഓൺലൈനിൽ ഇഗ്നാസ് പേരൊന്ന് പറഞ്ഞു. അല്ല ലൗഡ് വോയിസിൽ പറയണം കേട്ടോ, അവർ കേൾക്കണം. ഫസ്റ്റ് മുതൽ കേട്ടോ ഓർത്ത് നോക്കാം. ഒരു മിനിറ്റ് അങ്ങനെ സൗണ്ട് ഒന്നും ശരിയാക്കട്ടെ കേട്ടോ. ഇനി ആദ്യം മുതൽ പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഓർഡറിൽ തന്നെ പറയണം കേട്ടോ. ഫസ്റ്റ് 4 പറഞ്ഞാൽ മതി. ഫസ്റ്റ് 4 കേട്ടോ ഓർത്ത് നോക്കാം. 80 ക്വസ്റ്റനിൽ ഫസ്റ്റ് 4 കേട്ടോ ഓർത്ത് നോക്കാം. ഫ്രം ആൽക്കിൻ കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ഞാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞു. അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞു. പ്രൈമറി ആൽക്കഹോൾ കിട്ടി. ഓക്കെ, 4 ആയി അല്ലേ? ഓക്കെ കേട്ടോ, ഒരു ക്ലാപ്പ് കൊടുത്തേ കേട്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും ടൈം ഉണ്ടാവില്ല ആക്ച്വലി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്യാങ് ആണ് അല്ലേ? ഇവിടെ നിന്നാണ് ഇനി നെക്സ്റ്റ് ആണ് പോസിറ്റീവ് സൈൻ. കൈ അങ്ങനെ വെച്ച പോസിറ്റീവ് സൈൻ ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് 4. ഫസ്റ്റ് 4 ബി കേട്ടോ. ബി ഫോർ അല്ലേ? ബി പോസിറ്റീവ്. ഓക്കെ, ബി. അല്ലേ? പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, മതി കേട്ടോ. ബാക്കിയുള്ളത് നോക്കണം ഓൺലൈനിൽ കേട്ടോ. ഇനി റേസൊക്കെ വരുന്നത് എവിടെയാണ് നിങ്ങൾക്ക് വന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓൺലൈനിൽ പറയാനായിട്ട് ആരോ 5, 6, 7, 8 കേട്ടോ. ആരോൺ 5, 6, 7, 8 അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ മൈക്ക് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു. ഇനി പറഞ്ഞു. ഓക്കെ, പറഞ്ഞു. നെക്സ്റ്റ്
ആൽക്കഹോൾ പോകും. ഓക്കെ. ഓക്കെ, അത് സെക്കൻഡറി ടെറിഷറി അങ്ങനെ പറഞ്ഞു കേട്ടോ, ഓർത്ത് വെക്കാം. ഇവിടെ ഇങ്ങനെ വന്നു എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അതിൽ ഓർത്ത് വെക്കാം കേട്ടോ. സെക്കൻഡറി, ടെറിഷറി, പ്രൈമറി അങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഒക്കെ ഡൗട്ട് ഉണ്ടോ? ചോദിക്കണോട്ടോ എൻ്റെ അടുത്ത്. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് വെക്കാം, ഒരു ടീമാണ് ആക്ച്വലി കേട്ടോ. ഇവർക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ കേട്ടോ ക്ലിയർ ചെയ്ത് പോവാം. OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അനദർ 1 കാർബൺ ആറ്റം ആയിട്ട് വന്ന എന്തായിരിക്കും? പ്രൈമറി. OH അറ്റാച്ച് ടു എ കാർബൺ ആറ്റം അനദർ 2 ആണെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡറി. OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം അനദർ 3 ആണെങ്കിൽ എന്തായിരിക്കും? ടെറിഷറി. കേട്ടോ, ഓർത്ത് നോക്കാം. അനദർ 3 ആണെങ്കിൽ ടെറിഷറി. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വെക്കണം. നമുക്കൊരു കാര്യം കൂടി ചെയ്യാം, അടുത്ത ഇക്വേഷൻസും കൂടി ക്ലിയർ ആയിട്ട് എഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ചാപ്റ്ററിലല്ല, അങ്ങനെയാകുമ്പോൾ എനിക്ക് എളുപ്പമാണ് കേട്ടോ. നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെ ഇക്വേഷൻസുകൾ എഴുതിപ്പിക്കുക, പഠിപ്പിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്ക് പോകും. ഓക്കെ, നമ്മൾ എന്തിനെ പഠിക്കണമെന്ന് പറഞ്ഞാലേ ഈ ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് വരുന്നൊരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ ചാപ്റ്ററിൽ എനിക്ക് ഒരു ഇക്വേഷനും അറിയില്ല, അതിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ഇക്വേഷൻസ് ക്ലിയർ ചെയ്തു, കാണാതെ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എങ്കിൽ മാത്രമേ മാർക്ക് ആവുള്ളൂ. ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു 20% മാർക്കിന്റെ സ്ട്രെങ്ത് ആവില്ല. ഈ ഇക്വേഷൻസ് നിങ്ങൾ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും അയാൾ 20% ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അത്രയും ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ക്വസ്റ്റൻ അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കുന്നു. ദെൻ അതിന്റെ എക്സ്ട്രീം ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മാർക്ക് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെവലാണ് നിങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് എന്ത് കഴിഞ്ഞു? ആൽക്കഹോൾ കഴിഞ്ഞു. ഇനി എന്തായിരുന്നു? ഫിനോളിന്റെ പ്രിപ്പറേഷൻ ആണ് അടുത്ത 4. ഫിനോളിന്റെ പ്രിപ്പറേഷൻ ആണ് 9. നയൻത് വരുന്നത് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ ടു ഫിനോൾ ആണ്. ഇതിൽ ആദ്യം NaOH ആയിരുന്നു. NaOH സോഡിയം ഫിനോക്സൈഡ് ആയി മാറും. ONa സോഡിയം ഫിനോക്സൈഡ്. ദെൻ ഇതിലേക്ക് H+ അസിഡിക് മീഡിയം ആണ് ഇടുന്നത്. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഫിനോൾ ആയി മാറും. ഫസ്റ്റ് പഠിക്കേണ്ടത് ഇതിന്റെ പേരാണ് ക്ലോറോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ക്ലോറോബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇത് ക്ലോറോബെൻസീൻ, NaOH ആൻഡ് H+ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഒരു ടെമ്പറേച്ചർ ഒക്കെ പഠിക്കാൻ പറ്റിയ എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? 623 കെൽവിൻ. എത്രയാണ് അറ്റ്മോസ്ഫിയർ? 300 atm പ്രഷർ. നെക്സ്റ്റ് വരുന്നത് ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ ആണ്. ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. ബെൻസീൻ, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO ഓർ ഒലിയം. ഒലിയം എന്താണ്? ആക്ച്വലി H2S2O7 കേട്ടോ. ഇതാണ് ഒലിയം. അപ്പോൾ കോൺസെൻട്രേറ്റ് H2SO4 ഓർ ഒലിയം, ഓർ ആണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വരും. ബെൻസീൻ സൾഫോണിക് ആസിഡ് SO3H. ദെൻ അതിലേക്ക് വീണ്ടും നേരത്തെ ഇട്ട അതേ 2 കോമ്പൗണ്ടുകൾ NaOH ആൻഡ് H+. ടോട്ടൽ വരുമ്പോൾ 24 ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് അല്ലേ. ടോട്ടലി നമുക്കെല്ലാം ഒരു 4 ചാപ്റ്ററും കൂടി ഒരു 80-100 അത്ര ഇക്വേഷൻസ് മാക്സിമം ഉണ്ടാവും. 100 ഇക്വേഷൻസ് ഒരു വർഷം കൊണ്ട് 100 ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നത് നിങ്ങളെപ്പോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ സിമ്പിൾ ആണ്. ഉണ്ടാവും. ഞാൻ ചോദിച്ചു അടുത്തൊക്കെ കേട്ടോ. നേരത്തെ അവര് കാണാൻ വേണ്ടിട്ട് എടുത്തു പറയണം കേട്ടോ. ബെൻസീൻ കൺവേർട്ട് ടു ഫിനോൾ. നെക്സ്റ്റ് ആണ് അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. അനലിൻ കൺവേർട്ട് ടു ഫിനോൾ. NH2 NaNO2 and HCl. NaNO2 and HCl. ഇപ്പോൾ വരുന്ന ബെൻസീൻ ഡയസോഡിയം ക്ലോറൈഡ് നമ്മൾ ആ സാൻഡ്വേസിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. N2+ and
Cl മൈനസ് സാൻമേസിൽ പഠിച്ചിട്ടുണ്ടോ നോക്കാം. എന്നാൽ ഇതിലേക്ക് വാം വാട്ടർ H2O വാം വാട്ടർ എന്തായി മാറുക? ഇത് വാം വാട്ടർ. സാൻമേസിൽ ഇവിടെയും വരെ സെയിം ആണെന്ന ഉദ്ദേശം കണ്ടോ. ഇത് അനലിൻ കൺവേർട്ട് ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ, ക്ലോറോബെൻസീൻ ടു ഫിനോൾ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത് ക്ലോറോബെൻസീൻ ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ, അനലിൻ ടു ഫിനോൾ, ക്യുമീൻ ടു ഫിനോൾ ഇങ്ങനെ പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞ് എന്റെ റിയേജന്റ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റിൽ ഏത് റിയേജന്റാണ് ഞാൻ ആഡ് ചെയ്തത്, ആ റിയേജന്റ് പേരൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. NaOH ഒരുമിച്ചൊക്കെ പഠിച്ചു നോക്കുക. കണ്ടോ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി കേട്ടോ. വോളിയം ഓർ ദിസ് തിങ്സ്. Then NaOH and H+. അതുകൊണ്ട് NaOH and H+ ഇവിടെ ഉള്ളത് തന്നെ സെയിം ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ നോക്കുക. Then next പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ കേട്ടോ. മൂന്നല്ല ഒരെണ്ണം കൂടി ഉണ്ടാവും കേട്ടോ. ഓർക്കുക, നേരത്തെ എഴുതിയത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ, ഇത് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. ഒരെണ്ണം കൂടി ഉണ്ട്, വൺ മോർ കേട്ടോ. ക്യുമീൻ ആണ് അടുത്ത് എഴുതുന്നത്. ക്യുമീന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും? ഒരു ബെൻസീൻ. ഇതിലേക്ക് നമ്മൾ O2 നമുക്ക് ഏറ്റവും ആവശ്യമുള്ള O2 ഇടുന്നു. O2 ഇടുന്ന സമയത്ത് പെറോക്സൈഡ് ആണ് ഈ കോമ്പൗണ്ട്. ഈ രണ്ട് ഓക്സിജൻ നിങ്ങൾക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. ഈ ഓക്സിജൻ ഇതുണ്ടോ O2, ഇത് സിംഗിൾ ബോണ്ട് എന്ന് ഇട്ടില്ലെങ്കിൽ മാർക്ക് പോകും. പല കുട്ടികൾ COOH എന്ന് എഴുതും. കണ്ട അപ്പൊ തന്നെ അതിന്റെ ഇതിലോട്ട് കളയും. COH അല്ല, COH എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OHനെയാണ് നമ്മൾ COOH എന്ന് എഴുതുന്നത്. എഴുതുമ്പോൾ സിംഗിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ. ഇനി ഇത് എഴുതിയില്ലാതെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വെട്ടിക്കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് പെറോക്സൈഡ് ആണ്. പെറോക്സൈഡ് H2O2 ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ സിംഗിൾ ബോണ്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നത് ഞാൻ റെഡിൽ ഇട്ടേക്കുന്നത്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും COOH എന്നല്ല എഴുതണ്ടേ, C സിംഗിൾ ബോണ്ടോ H അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് H3O+. അപ്പോൾ ഈ 12 വരുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ കഴിഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ കഴിഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ തീർന്നു. വേഗം എഴുതുക കേട്ടോ. പഠിച്ചു കഴിഞ്ഞോ? നീ താങ്കൾ എല്ലാം പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ എഴുതാൻ വേണോ, ഹാലോ ആൽക്കൻ്റെ എഴുതാൻ വേണോ? ഇവിടെ വരുമ്പോൾ അല്ലേ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ ക്ലാസ് ടെസ്റ്റ് ആണ്. വേറെ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഇക്വേഷൻസ് എഴുതുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. ഇക്വേഷൻസ് എഴുതാൻ പറ്റാത്ത ആൾക്കാർ അന്ന് രാത്രി വീണ്ടും എന്ത് ചെയ്യും, സ്റ്റഡി ടൈം എന്ന് പറഞ്ഞാൽ വരിക. അത് കഴിഞ്ഞിട്ട് 20 പ്രാവശ്യം ഓരോ ഇക്വേഷൻസ് പറയും. 24 ഒന്നും കുഴപ്പമില്ല. ഫസ്റ്റ് 20 അല്ലെങ്കിൽ 10 ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ പഠിക്കില്ല കേട്ടോ. ഓർക്കുക, പറഞ്ഞു റിപ്പീറ്റ് ചെയ്തും പ്രാക്ടീസ് ചെയ്തും പെർഫെക്ഷൻ ആവണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ദെൻ ഇതേ ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസിന്റെ വെറൈറ്റി ഇങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വെറൈറ്റി കിട്ടാൻ പറ്റുന്നോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം തന്നെ കുറേ കിട്ടും. അത് പഠിക്കണം. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? എന്നിട്ട് വേണം അടുത്ത ഇക്വേഷൻ എഴുതാൻ കേട്ടോ. നോക്കാം.
ഇതെല്ലാം എന്താണ് ആക്ച്വലി പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഓൾ ഇക്വേഷൻ കേട്ടോ. ദീസ് ഓൾ 4 ഇക്വേഷൻ. ഇപ്പൊ എഴുതിയേക്കുന്ന 12 അതെല്ലാം പേരുകളാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് ക്ലോറോ ബെൻസീൻ ടു ഫിനോൾ കണ്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോളിന്റെ ഒറ്റ ഹെഡിങ് ആണ്. അടുത്തത് എന്തായിരുന്നു? ബെൻസീൻ ടു ഫിനോൾ. പിന്നെ അനലിൻ കേട്ടോ. പേരൊക്കെ ഒന്ന് എഴുതി വെക്കണോട്ടോ എല്ലാവരും. അനലിൻ ടു ഫിനോൾ. അനലിൻ. അപ്പൊ ഞാൻ ചോദിക്കും, എനിക്ക് ആദ്യം വേണ്ടത് അങ്ങനെയാ, അനലിൻ ടു ഫിനോൾ. അടുത്ത എന്തായിരിക്കും? ക്യുമീൻ ടു ഫിനോൾ. ക്യുമീൻ കേട്ടോ. ക്യുമീൻ ടു ഫിനോൾ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കേട്ടോ. N2+ and Cl-. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ക്ലിയർ ആണോ? ചോദിച്ചു. ഇത് അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് ആക്ച്വലി കേട്ടോ. നോക്കാം. അസിഡിക് ഹൈഡ്രോളിസിസ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ H2 and H+ കേട്ടോ. H2 and H+. കേട്ടോ. H2 and H+. എന്താ ചോദിച്ചു മോനെ? സോഡിയം ഫിനോക്സൈഡ്. ചോദിച്ചു ഏകനാശ് ചോദിച്ചു മോനെ. വാം കേട്ടോ. വാം വാട്ടർ ഹീറ്റ് ചെയ്യുക കേട്ടോ. വാം തന്നെ എഴുതണം കേട്ടോ. ഹീറ്റ് എന്ന് കൊടുക്കരുത്. വാം വാട്ടർ എന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. വാം വാട്ടർ. ടോട്ടലി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസുകൾ 2 ചാപ്റ്ററിന്റെയും ക്ലിയർ ആയിട്ട് എഴുതി വരണം അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പൊ എക്സാമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞു. ആ പ്രിപ്പറേഷന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് ഇയറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, വേറെ എവിടെ നിന്നൊക്കെ കിട്ടുന്നു ആ ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മുഴുവൻ ഇങ്ങനെ ഫുൾ ടൈം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോറിംഗ് ആവും. അതുകൊണ്ട് ഒന്ന് നോക്കാം കേട്ടോ. ഇതിൽ നിങ്ങളോട് ഇൻഡിവിജ്വലി ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ നോക്കിയിട്ട് അതിലും പറഞ്ഞാൽ മതി. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് എഴുതാം, മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനോട് ക്ലിയർ ചെയ്ത് വരുന്നത് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ആൽക്കഹോൾ ഫിനോൾ. അതൊരു പെറോക്സൈഡ് ആണ് ആക്ച്വലി കേട്ടോ. നോക്കാം. എന്റെ ഫുൾ ഇത് പഠിക്കണ്ട ആക്ച്വലി, ജസ്റ്റ് പെറോക്സൈഡ് എന്ന് എഴുതിയാൽ കേട്ടോ. നോക്കാം. ചോദിച്ചോ. ഏതാ? സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റ് H2SO4 ആണത്. ഓർ H2S2O7. അത് ഒലിയം എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഒലിയം H2S2O7. ഏതാ? സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO4. അതിന്റെ സ്ട്രക്ചറോ? സ്ട്രക്ചർ ആണോ? സ്ട്രക്ചർ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, ഇനി വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഓർമ്മയുണ്ടോ സ്ട്രക്ചർ? പഠിക്കാൻ എളുപ്പമാണ് ആക്ച്വലി. ഈ സ്ട്രക്ചർ നിങ്ങൾ ആദ്യം പഠിച്ചേക്കുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കേട്ടോ, ഓർത്ത് നോക്കുക. ഈ സ്ട്രക്ചർ ആദ്യം പഠിച്ചത് എവിടെയാ? കെമിക്കൽ ബോണ്ടിങ്. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കാം. വെരി ഗുഡ്. ഇവിടെ കെമിക്കൽ ബോണ്ടിങ്
കേട്ടോ. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന 4th ചാപ്റ്ററിലെ റെസൊണൻസിന് മുമ്പായിട്ട് ഈ ഒരു സ്ട്രക്ചർ ഇതുപോലെയുണ്ട്. ഇനി നിങ്ങൾ പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടാൽ ഇതിങ്ങനെ ഇരിക്കും. ഈ സെയിം തന്നെയാണ് ആക്ച്വലി വരക്കുമ്പോൾ ഇതുണ്ട്. ഇതിനൊരു ലോജിക് ഒക്കെ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയി ആരും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ H2S2O7 അതിന്റെ സ്ട്രക്ചർ ഇതാണ് ആക്ച്വലി. H2S2O7 എന്ന് പറയുമ്പോൾ അതിന് റൂളൊക്കെ ഉണ്ട് കേട്ടോ, അല്ലാതെ അത് കാണുന്നതൊന്നുമല്ല. റൂൾ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു റൂളാണ് ആക്ച്വലി. ഇതാണ് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ഓർത്തോക്കെ ഇതും സെയിം ആണ് ആക്ച്വലി. എൻട്രൻസിൽ ഇപ്പൊ JEE അഡ്വാൻസ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ബ്ലോക്കിന്റെ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് ഇല്ല. അപ്പം ഇതാണ് H2S2O7 ഒലിയം കേട്ടോ. ഓർത്തോക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ഈ ബ്ലോക്ക്, എടുത്തു കളഞ്ഞു കേട്ടോ. ഓർത്തോക്കാം. ഇത് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. നിങ്ങൾ പഠിക്കണേ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ അസിഡിക് ആണോ? അല്ല, പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ അതാണ് ചോദ്യം. പ്രൊപ്പീൻ ടു പ്രൊപ്പനോൾ രണ്ട് രീതി ചെയ്യാം. ഒന്നെന്താ ഡൈബോറൈൻ ഓക്സിഡേഷൻ അല്ലേ, ഇന്ന് എഴുതി വെച്ചേക്കുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ അത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് വന്നു അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനാ പറയണേ, മനസ്സിലായി? ഓർത്ത് നോക്കി, ഇത് പാസ്റ്റ് ഇയർ ഉള്ളതാണ്. വേറെ ഏതൊക്കെ ബുക്കുകൾ എടുത്തു നോക്കാം. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻസ് എഴുതി, ആ ഇക്വേഷൻസ് എഴുതിയുമ്പോൾ അത് എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് ഓർത്ത് നോക്കാം. അതിൽ റിയാക്ഷൻ ബേസ് ചെയ്തുള്ള എല്ലാ ഇക്വേഷനും ഞാൻ ഓക്കെയാണ്. അത് കഴിഞ്ഞ് കൺവേർഷൻ ആൻഡ് ഗീവ് റീസൺ, ഈ രണ്ടെണ്ണം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടും. പിന്നെ വരുന്ന മെക്കാനിസം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് കറക്റ്റ് ഓർഡറിൽ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഇതിൽ കിടക്കുന്നത് ബെൻസീൻ്റെ ഒക്കെയാണ്. ആക്ച്വലി കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാം, കെമിക്കൽ പ്രോപ്പർട്ടി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. How do you obtain ethane 1,2 diol from ethanol? Ethane 1,2 diol from ethanol. Ethane 1,2 diol എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്തും എന്തുണ്ട്? OH ഉണ്ട്. എങ്ങനെ വരും? How do you obtain ethane 1,2 diol from ethanol? ശരിയാ, പറഞ്ഞോ. ആദ്യം എന്ത് ചെയ്യണം? എത്തനോളിന് ഡീഹൈഡ്രേഷൻ ചെയ്ത് എന്ത് കിട്ടും? ഈഥീൻ കിട്ടും അല്ലേ? ഓർത്ത് നോക്കാം. കുറേ രീതിയിൽ ചെയ്യാം ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് CCl4 and Br2 11th നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ 2 Br വരും, 2 Br വരും. ദെൻ Br മാറ്റി OH വരാൻ എന്ത് ഇക്വേഷനാണ് പഠിച്ചേക്കുന്നത്? Br മാറ്റി OH വരാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയേക്കുന്ന ഇക്വേഷൻസ് നോക്കാം. Br പോയിട്ട് OH വരാൻ എന്താണ്? അക്വസ് KOH. ദാറ്റ്സ് ഓൾ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം അല്ലേ? ഇത് കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചേക്കുന്ന എല്ലാ ഇക്വേഷനെയും റൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി. അത് എത്തണമെങ്കിൽ ആദ്യം ഇക്വേഷൻസ് നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയർ ആവണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓർക്കാനായിട്ട് ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് പോവാം. പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി. നെക്സ്റ്റ് ഇപ്പൊ 12 ആയി. ഇനി വരുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഇക്വേഷൻസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ. അതിൽ ആദ്യം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓർഡറിൽ എഴുതി പോവാം. ആദ്യം വരുന്ന അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആണ് ആക്ച്വലി വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കും? ഡീഹൈഡ്രേഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. അത് കഴിഞ്ഞ പിന്നെ എന്ത് വരും? ഡീഹൈഡ്രേഷൻ. ഓർത്ത് നോക്കുക. 13 CH3 CH2OH gives in a mole Na.
CH3 CH2ONA കേട്ടോ. ഇതേ ഐഡിയ തന്നെ ഫിനോൾ അതുപോലെ NaOH കുറെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ അതെല്ലാം ഒരേ കാറ്റഗറിയാണ്. അസിഡിറ്റി ഓഫ് ആൽക്കഹോളിന്റെ അണ്ടറിൽ കിടക്കുന്നതാണ്. ആക്ച്വലി 3 ഇക്വേഷൻസ് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ കിടപ്പുണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. അസിഡിറ്റി പ്രൂവൻ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ Na ഇടുമ്പോൾ ഇവിടെ ONA വരും പ്ലസ് H2 ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് H2 ഹൈഡ്രജൻ ഗ്യാസ്. നെക്സ്റ്റ് 14 ബെൻസീൻ ഇങ്ങനെ മുകളിൽ OH Na ഇത് സോഡിയം ഫിനോക്സൈഡ് സെയിം ഇക്വേഷൻ തന്നെയാണ്. ബെൻസീനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരേ കാറ്റഗറിയാണ്. ഇതിന്റെ ഇനി താഴെ NaOH ഇക്വേഷനും അവിടെയും ONA and H2 ആണ് വരുന്നത്. അപ്പോൾ അത് എഴുതുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 15 ഓൺവേർഡ്സ് നമുക്ക് നോക്കാം. 15 വരുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ എഴുതാം. കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് CH3 CH2OH ആൽക്കഹോൾ ആണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കോൺസെൻട്രേറ്റഡ് H2SO 443 Kelvin CH2 double bond CH2 plus H2 15 അത് കഴിഞ്ഞാൽ 16 Lucas reagent HCl plus ZnCl and heat കൊടുക്കണം. ഇവിടെ ഹീറ്റ് ഇടാൻ മാത്രമേ പ്രൈമറിക്ക് നടക്കുള്ളൂ. CH3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓക്സിഡേഷൻ. ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടമാനം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുതിയേക്കുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എൻ്റെ ഒപ്പം വേഗം എടുത്തെഴുതണം കേട്ടോ. ഇത് പ്രൈമറി ആൽക്കഹോളിന് മൈൽഡ് ഓക്സിഡേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കൊടുക്കുന്ന റിയേജന്റ് CrO3 or PCC pyridinium chlorochromate or copperan 573. ഇത്തരം ചെയ്താൽ അത് CH3 CHO. നേരത്തെ എഴുതിയേക്കുന്ന 5 6 7 നിങ്ങൾ നോക്കിയാൽ ഇല്ല 3 4 5 അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എന്ത് കൊടുക്കണം? മൈൽഡ് ഓക്സിഡേഷൻ. എന്താ വരിക? മൈൽഡ് ഓക്സിഡേഷൻ. നേരത്തെ കണ്ടോ ആൽക്കഹോളിന് മൈൽഡ് ഓക്സിഡേഷൻ ചെയ്ത ആന്റിഹൈഡിന് മൈൽഡ് റിഡക്ഷൻ ചെയ്ത ആൽക്കഹോൾ കണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇത് മൈൽഡ് ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ? Then 18 സെയിം കാറ്റഗറിയിൽ CH3 CH2OH സ്ട്രോങ് ഓക്സിഡേഷൻ. അതിന് ഏതാ കൊടുക്കുക നമ്മൾ? ആൽക്കലൈൻ. വെരി ഗുഡ്. ആൽക്കലൈൻ KMnO4 or ഒരെണ്ണം പറഞ്ഞേ K2Cr2O7. സ്ട്രോങ് ഓക്സിഡേഷൻ എന്ത് കിട്ടും? CH3COOH. 19 CH3 secondary alcohol CrO3 or PCC കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ. CH3 COCH3 കീറ്റോൺ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓഫ് ആക്കി വെക്കില്ലേ? ഓണാക്കി. ആദ്യം മുതലേ വീഡിയോ ഓഫാണ് കേട്ടോ. എന്ത് പറ്റി? ഓക്കെ കേട്ടോ. വയ്യാതിരിക്കുന്ന ആൾക്കാർ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇതുപോലെ മെസ്സേജ് അയച്ചൊന്ന് പറഞ്ഞിട്ടാണ്. പനിയുള്ള ആൾക്കാർ ആണെന്ന് പറഞ്ഞു. ഓക്കെ കേട്ടോ. അത് അറിയാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മെസ്സേജ് അയക്കുക, റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ.
ഓരോന്നായിട്ട് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എന്തായിരുന്നു, എന്ത് ടു എന്താണ്, ആ ഇക്വേഷൻ എന്താണ്, അതെന്തായിരുന്നു ആ ഇക്വേഷന് കാറ്റഗറി എന്താണ്, ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിക്കാം, ആ ഒരു ക്വസ്റ്റിന്റെ പോസിബിലിറ്റി എന്താണ്. ആ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ആണ്, അത് ഡാഷ് ആണ്. എച്ച് വന്ന എന്തായിരിക്കും, മെറ്റൽ റിയാക്ട് വിത്ത് ഡാഷ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. 10th പഠിച്ചു, ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോ ആൽക്കഹോളിന് എന്ത് നേച്ചർ ഉണ്ട്, അസിഡിറ്റി. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, പ്രൂവ് ദ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ. ആ ക്വസ്റ്റ്യൻ കണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ ആൾക്കാർ കേട്ടോ. ഒരു ഇത് പഠിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ നോക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ കീ റീസൺ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. അടുത്ത ആളോ നെക്സ്റ്റ് എന്ത് തന്നെയാണ് ആക്ച്വലി, അസിഡിറ്റി ഓഫ് ഫിനോൾ. ഫിനോൾ അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇവിടെ പറ ഇതെന്താ ഇക്വേഷന്റെ പേരാ എഴുതി വെക്കണോട്ടോ, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതാര് അങ്ങനെ തോന്നും കേട്ടോ. ഓർത്ത് വെക്കാം. ഓൺലൈനില് അരുന്ധതി മാത്രമാണ് അങ്ങനെ ചോദിച്ചത് കറക്റ്റ് ആയിട്ട്. ഞാനിത് ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചോദിക്കാൻ നിൽക്കണം ഓരോരുത്തർക്ക്. ഈ കാറ്റഗറി കിട്ടത്തില്ല നിങ്ങൾക്ക് കേട്ടോ. ഓർത്ത് നിങ്ങൾക്ക് കാറ്റഗറി കിട്ടണം. ഇതെന്തായിരുന്നു ആക്ച്വലി പറഞ്ഞു, ഇവിടെ പറഞ്ഞു ഇതെന്താണ് ഈ ഇക്വേഷൻ, ഇതെന്തിനാ എഴുതിയത്, എന്താ എങ്ങനെ ചോദിക്കുക, അങ്ങനെ കിട്ടണ്ടേ. ഇത് കണ്ടിട്ട് എന്താ ഈ ഇക്വേഷന്റെ പേരെന്താ, ഇവിടെ ആരോ പറഞ്ഞു ഈ ഇക്വേഷൻ എഴുതുന്ന സമയത്ത്. പറഞ്ഞു, ആരാ പറഞ്ഞു, അവിടെ പറഞ്ഞു ഒരു ഡീഹൈഡ്രേഷൻ. എന്താ വിളിക്കുന്നത്, ഡീഹൈഡ്രേഷൻ. എന്തിനാ അങ്ങനെ പറഞ്ഞു ഡീഹൈഡ്രേഷൻ, ഹൈഡ്രജൻ പറഞ്ഞുകൊണ്ടാണോ, ഒരിക്കൽ കിട്ടിയായിരുന്നു റോസ്റ്റിംഗ് എടുത്ത്. എന്തുകൊണ്ടാ ഡി എന്ന് പറഞ്ഞാ, ഡി എന്ന് പറഞ്ഞാൽ എന്താ, റിമൂവൽ ഓഫ് വാട്ടർ കേട്ടോ. അതിനെയാണ് വിളിക്കുന്നത് ഡീഹൈഡ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്തെന്ന് വിളിക്കും. പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് ഡീഹൈഡ്രജനേഷൻ. എന്താ വിളിക്കാം, ഡീഹൈഡ്രജനേഷൻ. അതെവിടെയാ ആദ്യം പഠിച്ചത്, ഡീഹൈഡ്രജനേഷൻ 11th കണ്ടോ. ആൽക്കിന്റെ ഒക്കെ പ്രിപ്പറേഷൻ അല്ലെ, ആൽക്കിന്റെ ഒക്കെ പ്രിപ്പറേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡീഹൈഡ്രജനേഷൻ അല്ലെ, എന്ത് കിട്ടും, ഗുഡ്, ആൽക്കെയിൻ ടു ആൽക്കീൻ അല്ലെ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓർത്തു നോക്കാം. ഇത് അവര് ലൂക്കാസ് അല്ലെ, ലൂക്കാസ് ഏജന്റ് ആണ് ആക്ച്വലി വരുന്നത്. ഇതെന്താ ഈ കോമ്പൗണ്ട്. അപ്പൊ ലൂക്കാസ് ഏജന്റ് എന്താന്ന് ചോദിക്കും, അപ്പൊ കിട്ടണം കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് കേട്ടോ. ഓർത്തുക, അതിനെയാണെന്ന് വിളിക്കുന്നത് ലൂക്കാസ് റിയേജന്റ് കേട്ടോ. ഓർത്തുക, എന്തായിരുന്നു നിങ്ങൾക്ക് ആൽഡിഹൈഡ് കീറ്റോൺ എത്ര പേർക്ക് എടുത്തിട്ടുണ്ട്, ടോക്സിൻ എടുത്തു തുടങ്ങി. എവിടെ വരെ അവർക്ക് കഴിഞ്ഞു എന്ന് എനിക്കറിയാവുന്നുണ്ട്. അവിടെ വരെ എടുത്തു, എവിടെ വരെ എടുത്തു, അവിടെ വരെ എടുത്തു, തീർന്നല്ലോ, പെട്ടെന്ന് എടുത്ത് തീർത്തു. ലൂക്കാസ് റിയേജന്റ്, ലൂക്കാസ് റിയേജന്റ്, ലൂക്കാസ് റിയേജന്റ്. ഈ ഇതിന്റെ ഫുൾ ഫോം എന്താ, പിരീഡിനിയം ക്ലോറോക്രോമേറ്റ്, ക്ലോറോക്രോമേറ്റ് കേട്ടോ. ഓക്കെ, പിരീഡിയം ക്ലോറോക്രോമേറ്റ്, PCC, ക്ലോറോക്രോമേറ്റ് കേട്ടോ. ഓക്കെ അല്ലേ, ഇതൊക്കെ ഓറാണ് കേട്ടോ. എനി വൺ എടുത്താണ് ഓറാണ് കേട്ടോ. ഓക്കെ, ഇവരെല്ലാം എന്താ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റുകളാണ്. മൈൽഡ് ഓക്സിഡൈസിങ് അല്ല, 18th സ്ട്രോങ്, ഇത് 17 ഇതെല്ലാം കേട്ടോ. നോക്കാം, 18 ഓക്സിഡേഷൻ ആണോ, വെറും ഓക്സിഡേഷൻ ആണ്, സ്ട്രോങ് ഓക്സിഡേഷൻ അല്ലേ. നോക്കാം, ഇതിന്റെ ഓപ്പോസിറ്റ് വന്ന സമയത്ത് ഏതൊരു ഏജന്റ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇത് എത്തനോൾ ടു എത്തനോയിക് ആസിഡ്, എത്തനോൾ ടു എത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് ടു എത്തനോൾ കിട്ടാൻ ഏതായിരുന്നു ഏജന്റ്, അതേതായിരുന്നു ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് കേട്ടോ. ഓപ്പോസിറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കേട്ടോ. 19 എന്തായിരുന്നു
ക്രോമിയം ട്രയോക്സൈഡ്. ഇതിന്റെ പേര് എന്തായിരുന്നു? ഫുൾ ഫോം ക്ലോറോ ക്രോമിയം അല്ലേ? പിരിഡിനം ക്ലോറോ. തൊട്ട് ബാക്കിലുള്ളതാണ്. ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? അസിറ്റോൺ. Then ഇത് ഡീഹൈഡ്രേഷൻ. വെരി ഗുഡ് കേട്ടോ, ഓർക്കുക. ഇത് ലൂക്കാസ്. അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ കേട്ടോ, ഓർക്കുക. കേട്ടോ ഓൺലൈനില് റയാൻ കേട്ടോ, ഓർക്കുക. 15, 16 ഏത് ടൈപ്പാണ്? അത് 15 എന്താ വിളിക്കുന്നത്? റയാൻ 15 കിട്ടുമല്ലോ. ദെൻ നെക്സ്റ്റ് അരുന്ധതി 17, 18 ഏത് ടൈപ്പാണ്? 17, 18 എന്ന് പറയുമ്പോൾ ഹെഡിങ് ആയിട്ട് പറയാം. വെരി ഓക്കെ. അതിൽ 17 ഏതാണ്, 18 ഏതാണ്? മൈൽഡ് ഓക്സിഡേഷൻ, സ്ട്രോങ് ഓക്സിഡേഷൻ കേട്ടോ, ഓർക്കുക. ഈ കാറ്റഗറി ഇങ്ങനെ കിട്ടണം കേട്ടോ, ഓർക്കുക. നമ്മൾ എഴുതി പോകുമ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ധാരണ നിങ്ങളതൊക്കെ എഴുതും, നിങ്ങൾ ഭയങ്കര ഇതാണെന്നാണ് ആക്ച്വലി വരുന്നത്. ചില ആൾക്കാർ എഴുതും, ചില ആൾക്കാർ അത് കുഴപ്പമില്ല, ഇക്വേഷനൊക്കെ ഇരിക്കട്ടെ, ആ രീതിയിൽ ഇരിക്കരുത് കേട്ടോ. ഇങ്ങനെ കവർ ചെയ്ത് പോകണം. ആദ്യത്തെ രണ്ടെണ്ണം അസിഡിറ്റിയോ കേട്ടോ, അസിഡിറ്റി. ഫസ്റ്റ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ, അസിഡിറ്റി ഓഫ് ഫിനോൾ കേട്ടോ. അങ്ങനെ ആയിരിക്കും ഏതാ? ഏറ്റവും ലാസ്റ്റത്തെ എന്താണ് ആക്ച്വലി? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ, മൈൽഡ് ഓക്സിഡേഷൻ. ഇതെന്താ? സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ ഉണ്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ ഉണ്ടോ. ഇത് പ്രൈമറി ആൽക്കഹോൾ ടു സ്ട്രോങ് ഓക്സിഡേഷൻ ടു ഫോം കാർബോക്സിലിക് ആസിഡ്. അങ്ങനെ കേട്ടോ. ഇത് കഴിഞ്ഞാൽ എന്തായാലും നെക്സ്റ്റ് 19 വരെ ഓക്കെയാണ്. ഇപ്പോൾ ആൽക്കഹോളിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻസുകൾ ഏകദേശം നമ്മൾ കവർ ചെയ്തു. പിന്നെ വരുന്നത് എന്തായിരിക്കും? ഫിനോളിന്റെ ആണ് ആക്ച്വലി വരുന്നത്. ഫിനോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാ ഫിനോളിന്റെ കൂടുതൽ വരുന്നത്? സൾഫണേഷൻ, നൈട്രേഷൻ അല്ലേ, അങ്ങനെ വരുന്ന ഇക്വേഷൻസ്. ഫ്രിഡൽ ക്രാഫ്റ്റ് അതൊരു കാറ്റഗറി ആക്കി ഇടാം, എല്ലാവരും എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ വരും? ഫ്രിഡൽ ക്രാഫ്റ്റ്, സോറി ഫ്രിഡൽ ക്രാഫ്റ്റ് അല്ല, കോഡ്സും റൈമർ ടൈമിനും, പിന്നെ ഒരു ബെൻസീന്റെ ഒരു കൺവേർഷൻ വരുന്നത്, അങ്ങനെ ഒരു ഫോർമുല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇത്ര എത്തുമ്പോൾ തന്നെ ഏകദേശം ഫിനോള് തീരും അല്ലേ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എടുക്കാം. 20 തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. രണ്ടായിട്ട് തന്നെ പഠിച്ചു കേട്ടോ. ഡൈലൂട്ട് HNO3 കിട്ടി കഴിഞ്ഞാൽ എന്താ വരും? ഓർത്തോനൈട്രോഫിനോൾ ആൻഡ് പാരാ. ഓർത്തോനൈട്രോഫിനോൾ ആൻഡ് പാരാനൈട്രോ. അതേ സമയത്ത് ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ആഡ് ചെയ്താൽ പിക്രിക് ആസിഡ് ആവും. ഒരുമിച്ച് വരും പിക്രിക് ആസിഡ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. മൈൻഡിൽ വരുമേ ഒരുമിച്ച് വരാൻ വേണ്ടി തന്നെ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓർത്തോക്കാം. 21 ഇതേ കാറ്റഗറി തന്നെയാണ്. ഫിനോളിലേക്ക് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്താൽ എന്ത് പറ്റും? Br2 and CS2 carbon sulfate. Ortho and para. Ortho Br2 ആണ് കേട്ടോ.
bromine water, Br2 and H2. Bromine water add ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഡറിൽ വരും. ഫ്രെഡൽ ക്രാഫ്റ്റ് എല്ലാ ചാപ്റ്ററിലും എഴുതിയ പോലെ എന്ന് പറഞ്ഞാൽ നേരത്തെ ചാപ്റ്റർ എഴുതി കഴിഞ്ഞാൽ ഓർത്തോയിലും പാരയിലും എന്തൊക്കെ വരും, CH3യും COCH3യും വരും. ഒരു സ്ഥലത്ത് നമ്മൾ എഴുതിയിരുന്നുണ്ട്, അത് റിപ്പീറ്റേഷൻ ചെയ്തിട്ടില്ല. അത് അതുപോലെ തന്നെ വരും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ന് പറയുന്നത് കോഡ്സ്, അതുപോലെ തന്നെ റൈമർ ടൈമൻ, പിന്നെ ഒരു 4 ആക്ച്വലി. അപ്പോൾ അതും കൂടി നമുക്ക് പെട്ടെന്ന് എഴുതാം. അല്ല, ആസ്പിരിൻ എത്തണം. ആസ്പിരിൻ നമ്മൾ വിട്ടേക്കുന്നതാണ് കേട്ടോ. ആസ്പിരിൻ എന്തായാലും എഴുതാം കേട്ടോ. പറഞ്ഞു ആസ്പിരിൻ ഇതിന് മുമ്പാണ്, ബോട്ട്സിന് മുമ്പാണ് വരുന്നത്. അത് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വിട്ടുപോയിട്ടുണ്ട്, അതിലാണ് കേട്ടോ. ഗുഡ്. ഇവിടെ നമ്മളൊരു അഡക്റ്റ് ഉണ്ട്, ആ അഡക്റ്റ് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതുന്നത് കേട്ടോ. CH ഇവിടെ ഒരു CH Cl2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കോമ്പൗണ്ട് ആയിട്ടേക്കണേ. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇട്ടേക്കുന്നത്, നമുക്ക് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് ഇട്ടേക്കുന്നത്. മതി, എൻ്റെ ആവശ്യം. ആസ്പിരിൻ എഴുതണം കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വരെ എടുത്ത് എഴുതാം കേട്ടോ. എന്നിട്ട് അടുത്തൊരു 4 കൂടി എഴുതി കഴിഞ്ഞ് തീരും. 4 അല്ല, 1 2 3 കൂടി വരും. കുറേ വിട്ടണമെന്നുണ്ട്, വേണമെങ്കിൽ ഒരു 30. ഇതിപ്പോൾ ഇതിലിപ്പോൾ ഒരു 3 4 5 ക്വസ്റ്റ്യൻസോളം നമുക്ക് തട്ടിക്കളാം. ക്രാഫ്റ്റ് എഴുതാം, അങ്ങനെ എഴുതാനുണ്ട്. ഇതിലിപ്പോൾ എന്താ പറയുക, സൾഫണേഷൻ, അത് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ മെയിൻ ഫ്രെയിമിൽ വരുന്നത് കുട്ടികളാണ്. അതിന് എല്ലാത്തിലും ഇത് ഫിനോൾ അല്ലേ? ഫിനോൾ എന്താ എല്ലാം ജനറലി എന്താ ഓർത്തോ? ഇല്ല, പറ്റില്ല. പിക്രിക് ആസിഡ് എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഡൈലൂട്ട് HNO3 വന്നാലാണ് ഓർത്തോ ആൻഡ് പാരാനൈട്രോ വരുന്നത്. ദെൻ കോൺസെൻട്രേറ്റഡ് HNO3 വരുമ്പോൾ എന്ത് വരും? പിക്രിക് ആസിഡ് 2,4,6 ട്രൈനൈട്രോ ഫിനോൾ. ദെൻ നെക്സ്റ്റ് ഫിനോൾ, ബ്രോമിൻ ആൻഡ് CH2. അപ്പോൾ എന്ത് വരും? ഓർത്തോ ബ്രോമോ ഫിനോൾ ആൻഡ് പാരാ ബ്രോമോ ഫിനോൾ. ദെൻ നെക്സ്റ്റ് Br2 ആൻഡ് H2 വരുമ്പോൾ എന്ത് വരും? 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ. The next the phenol to salicylic acid. IUPAC name എന്താ? 2-hydroxy benzoic acid. കേട്ടോ, റിയേജന്റ് NA വെച്ചാണ് ഇടുമ്പോൾ NA ആവും, CO2H+ വരുമ്പോഴാണ് അവിടെ വരുന്നത്. ഇനി ഇതില് ഇത് എഴുതി വെക്കണം കേട്ടോ. ഇതിന്റെ പേരെന്താ? കോട്സ് റിയാക്ഷൻ. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ഇപ്പൊ ഞാൻ ചോദിക്കും കേട്ടോ, നോക്കാം. ഫിനോൾ ടു സാലിസിലിക് ആസിഡ് എല്ലാവരും എഴുതണം കേട്ടോ. നെക്സ്റ്റ് എന്തായിരുന്നു? റൈമർ ടൈമൻ റിയാക്ഷൻ. ലാസ്റ്റത്തെയാണ് റൈമർ ടൈമൻ റിയാക്ഷൻ. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. അല്ല കേട്ടോ. Salicylic acid react with the acetyl anhydride to form aspirin. ഇത് ഫിനോൾ, ബ്രോമിൻ വാട്ടർ ആണ് ആക്ച്വലി.
ഹാലജനേഷൻ ആണ് കേട്ടോ. ഹെഡിങ് എന്താ? ഹാലജനേഷൻ. ഇത് നൈട്രേഷൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഡൈലൂട്ട് HNO3 വരുമ്പോൾ ഓർത്തു, ഇതിൽ വരുമ്പോൾ പിക്രിക് ആസിഡ്. ഇതിന്റെ പേരാണ് ഇതിൽ ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതിലെന്താ? പിക്രിക് ആസിഡ്. കോമൺ നെയിം ആയിട്ട് ചോദിക്കുമ്പോൾ കിട്ടണം, പിക്രിക് ആസിഡ്. ഇത് 20 വരുന്നത് നൈട്രേഷൻ. നൈട്രേഷനിൽ കോൺസെൻട്രേറ്റഡ് ഇട്ടാൽ കിട്ടുന്ന കോമൺ നെയിം ആണ് പിക്രിക് ആസിഡ്. 2,4,6 ട്രൈ നൈട്രോഫിനോൾ, അതിനെയാണ് പിക്രിക് ആസിഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നൈട്രേഷൻ, ഇത് പിക്രിക് ആസിഡ്. നൈട്രേഷൻ ഇത് കഴിഞ്ഞാൽ ഇത് പിക്രിക് ആസിഡ്. എല്ലാവരും ഇക്വേഷൻ ഒക്കെ എഴുതണം കേട്ടോ പരമാവധി. ഈ ഇക്വേഷൻ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻസുകൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം പഠിച്ചത്. പക്ഷെ ഏകദേശം ഒന്ന് ഷോർട്ട് ആക്കിയാൽ മതി. ഇത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പരമാവധി ഞാൻ ഷോർട്ട് ആക്കാവുന്ന സ്ഥലത്തൊക്കെ ഷോർട്ട് ആക്കി, ഇതിന്റെ ഇടയിലൊക്കെ ഷോർട്ട് ആക്കി, ഡൈബോറൈൻ ഷോർട്ട് ആക്കി. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത് ഏറ്റവും സ്മോൾ ആക്കാൻ നോക്കുക, ഏറ്റവും സ്മോൾ ആൻഡ് പ്രിസൈസ്ഡ് ആക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കുക. അത് കഴിഞ്ഞ് എക്സ്പാൻഷനിലേക്ക് പോവാം വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഓർഗാനിക് ആദ്യം നമ്മൾ ഭയങ്കര ഇലാബറേറ്റഡ് ആയിട്ട് കണ്ടന്റ് ഒക്കെ എടുത്ത് അങ്ങനെ കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെയല്ലേ ഇപ്പൊ എഴുതുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ എടുത്ത് എഴുതിക്കോ, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അത് ഇത്രയും പറയുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് എഴുതുക കേട്ടോ. ഏതോ 21 വരുന്നത് ഹാലജനേഷൻ അല്ലെങ്കിൽ ബ്രോമിനേഷൻ കേട്ടോ. ഹാലജനേഷൻ ഓർ ബ്രോമിനേഷൻ. കോൾസ് റിയാക്ഷൻ കേട്ടോ. കോൾസ് ചോദിച്ചോ മോനെ. 22 കോൾസ് റിയാക്ഷൻ, KOLBS കേട്ടോ. കോൾസ് റിയാക്ഷൻ ഇതെന്തായിരുന്നു? ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ഫിനോൾ ടു സാലിസിലിക് ആസിഡ് പഠിക്കുമ്പോൾ അങ്ങനെ പറയണം കേട്ടോ. ഫിനോൾ ടു സാലിസിലിക് ആസിഡ്. ലാസ്റ്റ് എന്തായിരുന്നു ഇവിടെ പറഞ്ഞു? എന്ത് പറയണം? ഫിനോൾ ടു സാലിസിലിക് ആൽഡിഹൈഡ് എഴുതിയിട്ടുണ്ടോ? കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാങ്ക് പോയിന്റ് വരും. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ബ്ലാങ്ക് പോയിന്റ് വരും. ഇപ്പൊ ചില ആൾക്കാരെ പേരൊക്കെ ഞാൻ സ്ട്രക്ക് ആവും, അത് വെച്ചിട്ട് പിന്നെ അങ്ങനെ ആവില്ല. അപ്പൊ അതുപോലെ നമുക്കത് ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റണം. ആക്ച്വലി നിങ്ങളുടെ കുറ്റവും കൊണ്ടൊന്നുമല്ല. പക്ഷെ അത് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. ഓക്കെ. സാലിസിലിക് ആൽഡിഹൈഡ്. ഇത് ക്ലോറോഫോം. ഇത് എഴുതി വെക്കണം കേട്ടോ. ക്ലോറോഫോം വേർഡിങ്ങിൽ തരാറുണ്ട്. ക്ലോറോഫോം നമുക്ക് വരുന്നത് ഇനി അമീൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ദേ സെയിം റീജന്റാ NaOH ആൻഡ് ക്ലോറോഫോം അത് വരും. അതുകൊണ്ട് ഓർത്ത് നോക്കുക, ഇത് ക്ലോറോഫോം CHCl3. ക്ലോറോഫോം CHCl3. ക്ലോറോഫോം CHCl3. ക്ലോറോഫോം CHCl3. Then 24. Phenol to benzene, zinc dust and heat. ഇത് നിങ്ങൾ 11th-ലുള്ള ഇതാണ്, സിങ്ക് ഡസ്റ്റ് ആൻഡ് ഹീറ്റ് കേട്ടോ. ബെൻസീൻ. Then 25. Phenol to benzoquinone. Na2Cr2O7 and concentrated H2SO. ഇതിനെ ജനറലി വിളിക്കുന്നത് ക്രോമിക് ആസിഡ് കിട്ടുന്ന കോമ്പൗണ്ട്. ഇതിന് മാത്രം ഇങ്ങനെ തന്നെ വരക്കണം, റൗണ്ട് വരക്കരുത്. ബെൻസീനിൽ റൗണ്ട് വരച്ച തെറ്റാണ്. ബെൻസീൻ അല്ല, പേരിങ്ങനെയാണ് നോക്കൂ. ബെൻസോക്വിനോൺ. ബെൻസോക്വിനോൺ. ബെൻസോക്വിനോൺ.
അതെല്ലാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് ഓരോന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ വരാം. ഈ ഒരു ആസ്പിരിനും കൂടി എഴുതി വെക്കാനുണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആസ്പിരിൻ ഇവിടെ വരുന്നല്ല, നേരത്തെ ഒരു എസ്ട്രിഫിക്കേഷൻ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്. അത് നമ്മൾ നേരത്തെ എഴുതിയില്ല. എൻ്റെ ഒപ്പം എഴുതി പോകണം കേട്ടോ. ഇതാണ് ആസ്പിരിൻ. ആസ്പിരിൻ ടാബ്ലറ്റ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക് അല്ലെ, പെയിൻ കില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് അല്ലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ കൊടുക്കാറുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നവർക്ക് വളരെ ഈസിയായിട്ട് ലോങ് ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻസ് ആണ്. ഈ CH3CO എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ കോമ്പൗണ്ടിന് നമുക്ക് നേരത്തെ അവർ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണത്. ഇതാണ് ഈ CH3CO ടോയ്സോ കേട്ടോ. നിങ്ങൾ ഇത്ര എഴുതിയാലും മതി, പക്ഷെ ഇത് മനസ്സിലാക്കി ഇങ്ങനെ പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഈ CH3CO ടോയ്സോ എന്ന് പറഞ്ഞാൽ CH3CO 2 പ്രാവശ്യം, അതുകൊണ്ടാണ് ടോയ്സ് ഓ കോമൺ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ക്ലീവേജ് ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, ഇവിടെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു എച്ച്, ഈ ഒരു എച്ച്, ഈ എച്ച് ഈ സൈഡിൽ വരും. ഇവിടെ ഈ എച്ച് ആണ് ഈ സൈഡിൽ വരുന്നത്. CH3COOH അതാണ് ഈ കോമ്പൗണ്ട് CH3COOH. അപ്പോൾ ഇവിടെ നിന്ന് ഈ ബ്രേക്ക് ചെയ്ത ഈ ഒരു പോർഷനാണ് CH3COH അവിടെ പോയത്. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് എച്ച് റിമൂവ് ചെയ്താൽ ഇവിടെ ഒരു O ഉണ്ട് കേട്ടോ, ആ O ആണ് ഇത്. ബാക്കി എന്തുണ്ട്? COCH3, ആ COCH3 ആണ്. നോക്കാം. അപ്പോൾ അതിന്റെ മെത്തേഡ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊക്കെ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ മെത്തേഡ് ഇല്ല, നേരെയാണ് നമുക്ക് കാണാതെ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എച്ച് അണ്ടർലൈൻ ചെയ്ത് എച്ച് ഇവിടെ വരും. അപ്പോൾ CH3COH അത് മാറി ബാക്കി പോർഷൻ കേട്ടോ, കാണാതെ പഠിക്കേണ്ടി വരില്ല, ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി ഇതെന്താ? സാലിസിലിക് ആസിഡ് ആണ്. ഈ OH ഇപ്പുറത്തും വന്നുകൊണ്ട് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കാം. B26 ആകുമ്പോൾ എന്ത് കഴിയും? ആൽക്കഹോൾ ഫിനോൾ എന്ന് പറയുന്നതിന്റെ ഒരു ഏരിയയാണ് തീരും. പിന്നെ എന്തുണ്ട്? ഈതർ കേട്ടോ, നോക്കാം. ഇതിന്റെ ഇക്വേഷൻ ഇന്ന് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഇതിന്റെ ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട്? ആൽക്കഹോൾ ടു ഈതർ ടെമ്പറേച്ചർ എത്രയാ? 413 കെൽവിൻ അല്ലേ, ഓർത്ത് നോക്കാം. then അത് കഴിഞ്ഞാൽ വില്യംസൺ സിന്തസിസ് ഇക്വേഷൻ RX plus RONA is ROR plus NaX. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടി. അതിൽ ആദ്യം വരുന്നത് എന്താ? അല്ലേ, ക്ലീവേജ് വരും. ക്ലീവേജ് HI ആഡ് ചെയ്യും അല്ലേ, ഓർത്ത് നോക്കാം. HI ആഡ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ട് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെയിൻസ് പ്രൈമറി ആണെങ്കിൽ എവിടെ ക്ലീവേജ് വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയാസ്. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നൈട്രേഷൻ സൾഫറേഷൻ, കുറച്ച് ഇക്വേഷൻ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എഴുതാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ എടുക്കാം അല്ലേ, ആൽക്കഹോൾ എടുക്കാമല്ലോ എല്ലാവർക്കും, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ടെസ്റ്റ് ആണ് ആക്ച്വലി, ഫസ്റ്റ് വരുന്ന ടെസ്റ്റ് ആണ് ആക്ച്വലി. 26 ഇക്വേഷൻസ് എഴുതും. അപ്പോൾ അതിൽ എത്ര എണ്ണം കിട്ടി അതനുസരിച്ച് മാർക്ക് വരും. ഐഡിയ മനസ്സിലാവും, അപ്പം തന്നെ തരും കേട്ടോ, ഓർത്ത് നോക്കാം. അത് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പഠിച്ചില്ലെങ്കിൽ അന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും. ആ രീതിയിൽ ഓർത്ത് നോക്കാം, ആ ക്ലിയർ ആയിട്ട് പോകും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്
സാറ്റർഡേ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ട് എന്തുണ്ടാവും, സ്റ്റഡി സെക്ഷൻ ആയിട്ട് പറഞ്ഞു കേൾപ്പിക്കാം വേണ്ടി വരും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എത്ര ക്വസ്റ്റ്യൻ വേണം നിങ്ങൾ പറഞ്ഞു? 60 വേണോ 80 വേണോ? 60 കണ്ടോ, ഓർത്ത് നോക്കാം. അത് വെച്ച് കേട്ടോ 10 വെച്ചിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് കണ്ടോ. അയാൾ വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെടുത്ത് 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇയാൾ പറയുകയാണ് 60 ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ ആ 60 ക്വസ്റ്റ്യൻ പഠിക്കുക, അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് റാൻഡം ആയിട്ട് കണ്ടോ 10 എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ 5 ചോദിക്കുള്ളത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഓരോ ഇതിലെടുത്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല, നിങ്ങൾ ആ സ്റ്റഡി സെക്ഷൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾ മാത്രം വീഡിയോ ഓൺ ആക്കിയാൽ മതി. അയാൾ ചോദിക്കും, അപ്പോൾ അയാൾ പോവുക, അങ്ങനെ പോയി തീർക്കും കേട്ടോ. പോകാം. അപ്പോൾ 10th ഒരു റൗണ്ട് കഴിഞ്ഞു, നല്ല സക്സസ് ആയിരുന്നു. അവർ നന്നായിട്ട് കേൾപ്പിച്ചു. നിങ്ങൾ KVക്ക് ഒരു എക്സാം ഉണ്ടായി 10th. അപ്പോൾ അവർ അതിൻ്റെ 2 ദിവസം മുമ്പ് തീർക്കാൻ പറ്റി. നമുക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളത് തുടങ്ങാണ് ആക്ച്വലി വരുന്നത്. ഇനി ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ ഇപ്പോൾ ഈ 2 ചാപ്റ്ററിൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. പിന്നെ അലിഗേറ്റ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് അതിൻ്റെ കണ്ടന്റൊക്കെ ഓർഡർ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇക്വേഷൻസുകൾ പഠിക്കാൻ കുറേ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? എത്ര ഇക്വേഷൻ ഉള്ളൂ? സിമ്പിൾ അല്ലേ? 26 സിമ്പിൾ ഇക്വേഷൻസ് ആണ്. അതെല്ലാവരും വരിക. എക്സാം ആണ് ആക്ച്വലി, ടെസ്റ്റ് ആണ് ആക്ച്വലി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യണ്ടേ? എഴുതിയിട്ട് അപ്പം തന്നെ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. അപ്പം തന്നെയാണ് ലൈവായിട്ട് തന്നെ മാർക്ക് പറയും കേട്ടോ. ഓർത്ത് നോക്കുക. ക്ലിയർ ചെയ്തു പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കും. ഓക്കെ, പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കുക. എനിക്ക് ഡൗട്ട് തോന്നി അപ്പം തന്നെ ഞാൻ ചോദിക്കും, അത് കിട്ടാൻ വേണം കേട്ടോ. എഴുതാൻ കിട്ടും കേട്ടോ. അങ്ങനെ പാടില്ല. അപ്പോൾ ഈ വീക്ക് അല്ലേ 1-ാം തീയതിയാണ് ഈ മാസം കേട്ടോ. ഫുൾ സ്റ്റഡി സെക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. മൈൻഡ് ചെയ്യാം കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ പോകണ്ട കേട്ടോ. ഒരു